Thank you, Lord. Hallelujah. Thank you, Jesus. Hallelujah. 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 We praise you. We praise you. We praise you. We praise you, Lord. Hallelujah. 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 We praise you. We praise you. We praise you. Hallelujah. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. കർത്താവേ, ലോകത്തിൽ പലവിധമായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നടക്കുമ്പോഴും അല്പസമയം വേർതിരിച്ച് കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ചടങ്ങായി മാറാതെ കർത്താവെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു ബലപ്പെട്ട് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടി ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയ ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവരെ മറയ്ക്കുമാറാകണം. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ഒരു വെള്ളിയാഴ്ച സന്ധ്യാസമയം നമ്മൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ കാവല്, അവൻ്റെ കരുതല് നമ്മൾക്ക് വലുതായിരിക്കാൽ നമ്മൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമുക്ക് അല്പസമയം കർത്താവിനെ പാടി സ്തുതിക്കാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ അവരോട് ചേർന്ന് പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബെന്നി ബ്രദറിനെയും കുടുംബത്തെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ ശുശ്രൂഷകളെ മാനിക്കുവാനായി, അവരുടെ ജീവിതാവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളവരെ മറയ്ക്കുവാനായി നമ്മൾക്ക് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ബെന്നി ബ്രദർ ആൻഡ് ഫാമിലി. ദൈവനാമത്തിന് പൂർണ്ണ മഹത്വം ഉണ്ടാകട്ടെ. ഈ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ഇന്ന് പ്രത്യേകാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കാരണം നാം ആയിരിക്കുന്നത്, ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ കൃപയിൽ മാത്രമാണ്. ഹല്ലേലൂയ. അത് ധ്യാനിച്ച് ചിന്തിച്ച് ആ കൃപയുടെ ദാതാവിനെ നമുക്ക് ഉയർത്താം. എന്തെന്നാൽ യെരമ്യാ 9:23 പറയുന്നത് പ്രകാരം, ബലവാൻ തൻ്റെ ബലത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. എന്നാൽ സ്തോത്രം കർത്താവിൻ്റെ അവിടുത്തെ ദയയിൽ തന്നെ ഹാലലി പ്രശംസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഉയർത്താം. ഹല്ലേലൂയ. ആരാധിക്കാം. ആ താതൻ നമ്മളെ പിരിയാതെ ലോകാവസാനത്തോളം ഈ ഭൂമിയിൽ കാക്കുവാൻ മതിയായവൻ, നിത്യജീവൻ നൽകുവാൻ മതിയായവൻ. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. പരിശുദ്ധനാം താതനെ എന്ന ഗാനം പാടി ദൈവത്തെ നമുക്ക് ഉയർത്താം. ഗ്ലോറി. ഹല്ലേലൂയ. പരിശുദ്ധനാം താതനേ, കരുണ
അങ്ങയുടെ കൃപ മാത്രം മതിയപ്പാ. ഈ ലോകത്തെ ജയിച്ചവനായ യേശുവിൻ്റെ കൃപ മാത്രം അതെൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ട് അവിടുത്തെ കൃപയുടെ ശക്തിയിൽ ശക്തിപ്പെട്ടുകൊണ്ട് അവിടുത്തെ നമുക്ക് ഉയർത്താം. എന്തെന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഹല്ലേലൂയ, മത്തായി 28:20 പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഓ അരുളി ചെയ്ത ജീവനാഥനെ നമുക്ക് ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിച്ചുയർത്താം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാനോ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഈ ലോകം മാറിപ്പോകും, എന്നാൽ അവിടുത്തെ വചനം ഒരിക്കലും മാറത്തില്ലപ്പാ. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നീ. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ഒന്നിച്ചുയർത്താം. ഒരു നാളിലും നമ്മുടെ ഒരു വിഷമഘട്ടത്തിലും മാറിപ്പോകാതെ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വിഷമതകളിൽ ഹല്ലേലൂയ ജയം തരുന്ന ദൈവത്തെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. ആ ജയവീരനെ ഹല്ലേലൂയ ഒന്നിച്ചു ചേർത്ത് അവിടുത്തെ ഹല്ലേലൂയ ആരാധിക്കാം. അങ്ങയുടെ വലിയ ജയ ആ ബലം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ
ഓ ഹാലിൽ ചേർന്ന് കർത്താവിനോട് പറയാപ്പാ, എൻ്റെ ജീവനെ എനിക്ക് നിത്യജീവൻ നൽകുന്ന ദൈവം, എന്നെ ഈ ഭൂമിയിൽ നടത്തിയ ദൈവം, ഹല്ലേലൂയ, അങ്ങേ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധനെ, നമ്മുടെ രക്ഷകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ, നമ്മുടെ സൗഖ്യദായകനെ, നമ്മെ നിത്യതയിലെത്തിക്കുന്ന ദൈവത്തെ, യേശുവിനെ ആരാധിക്കുവാൻ നമുക്ക് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൽ സന്തോഷത്തോടെ പിന്നെയും നമുക്ക് ഉയർത്താം. എന്തെന്നാൽ റോമർ 8:35 പറയുന്നുണ്ട്, ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ഈ ഭൂമിയിൽ എന്തിന് കഴിയും? ആർക്ക് കഴിയും? ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഓ പ്രാണപ്രിയ, എനിക്ക് ജീവൻ നൽകുന്ന ദൈവമേ എന്ന ഗാനം പാടി കർത്താവിനെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. അവിടുത്തെ വലിയ ജീവൻ നഷ്ടമായി പോയ എന്നെ
അങ്ങനെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്ന കൃപയ്ക്കായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉയർത്താം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ഈ ഭൂമിയിൽ ഒന്നിനും സാധിക്കില്ല എന്നുറച്ചുകൊണ്ട് അവിടുത്തെ പാദാന്തികത്തിൽ പിന്നെയും നമുക്ക് താണിരിക്കാം. അവിടുത്തെ ബലം, അവിടുത്തെ സൗഖ്യം, അവിടുത്തെ പ്രത്യാശ നമുക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ ആ വലിയ കൃപ ഓരോരുത്തരും ചെലുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബെന്നി ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പാട്ടുകാരനോട് ചേർന്ന് നമ്മൾക്ക് പറയുവാൻ സാധിക്കുമോ, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല, എൻ്റേതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. നമുക്ക് പറയാനൊക്കുമോ? ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പറയാനൊക്കോ? പാട്ടുപാടി പോകാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും, ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ നമ്മൾക്ക് പറയുവാനൊക്കുമോ? കാരണം ദൈവം തള്ളപ്പെട്ടിരുന്ന നമ്മളെ, ആർക്കും വേണ്ടാതിരുന്ന നമ്മളെ ഓരോരുത്തരെയും തൻ്റെ പൈതലാക്കി ചേർത്ത് മകനെ മകളെ എന്ന് വിളിച്ച് മാർവോടണയ്ക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്നാണ്. ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ഈ 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് മുമ്പ് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ അടിമ വീടായ മിസ്രയീമിൽ നിന്നും നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞാൻ ആകയാൽ നിനക്ക് അന്യദൈവം ഉണ്ടാകരുത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പിതാക്കന്മാരുടെ ദൈവമായതുകൊണ്ടല്ല. There is a personal connection between us. നിന്റെ അടിമ വീടായിരുന്ന മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഞാൻ ആകയാൽ, പാപത്തിന്റെ അടിമത്വത്തിൽ കിടന്നിരുന്ന നമ്മളെ ഓരോരുത്തരെയും, തള്ളപ്പെട്ടവരായിരുന്ന നമ്മളെ ഓരോരുത്തരെയും തൻ്റെ സ്നേഹത്താൽ, കാൽവറി ക്രൂശിലെ രക്തത്താൽ ചേർത്ത് അണച്ച ദൈവം നമ്മളുടെ ദൈവമാകയാൽ വേറെ ഒരു സ്നേഹവും വേറെ ഒരു താല്പര്യവും നമ്മൾക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയണം. ആ സ്നേഹം വേറെ ആരും കവരുകയില്ല. കർത്താവിന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യങ്ങളുമായി ആ തിരുസന്നിധിയിലേക്ക് നമ്മൾക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നത്. യാതൊരു സങ്കോചവുമില്ലാതെ നമ്മൾക്ക് നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ തിരുസന്നിധിയിൽ വയ്ക്കുവാൻ കഴിയുന്നത്. അല്പസമയം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കാം. ജസായിക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പൈതലെ ഹോസ്പിറ്റലാണ്. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ രണ്ടുപേരും ടേൺ എടുത്താണ് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഫ്ലോറിഡയിൽ നിന്നും ജോയിൻ ചെയ്യുന്ന റോസമ്മ സിസ്റ്റർ ഹോസ്പിറ്റലിലാണ്. സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചാറ്റനുള്ള സൂസിക്കായി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗത്താൽ ബാധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ പലരുണ്ട്. പ്രസാദ്, വത്സ, ചിനു, അങ്ങനെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ നമ്മൾക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാട്ടിൽ പബ്ലിക് എക്സാംസ് നടക്കുന്ന സമയമാണ്. പല കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതുന്നുണ്ട്. ചിലർ വളരെ നെർവസ് ആയിട്ടാണ് പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവർക്ക് ധൈര്യത്തോടു കൂടി പരീക്ഷ എഴുതുവാനും നല്ല ജയം പ്രാപിക്കുവാനും വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റ് നമ്മളുടെ ഇടയിൽ സൗഖ്യമില്ലാതെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, വിവാഹിതരായ നമ്മളുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുക. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കാനഡയിൽ വെടിവയ്പുണ്ടായത് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടു. അതുപോലെ അങ്ങനെ അനർത്ഥങ്ങൾ നിറഞ്ഞെടുത്താണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. കോളേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഡ്രഗ് അഡിക്ഷനിലും മറ്റേ വിധമായ അഡിക്ഷനിൽ, ആൽക്കഹോളിസത്തിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലൈനിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച്
സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിഡിൽ ഈസ്റ്റില് സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സിസ്റ്റർ വത്സമ്മ മാത്യു പ്രാർത്ഥിച്ച് സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കരുണയാൽ ദയയാൽ അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാദാന്ത്യം കടന്നു വരുവാൻ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക സൂമില് അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലായിരിക്കുമ്പോൾ വിവിധ ടൈംസുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തില് അങ്ങയുടെ ഹല്ലേലൂയ കർത്താവ് ആലോചനയ്ക്കായി അങ്ങയുടെ ശബ്ദത്തിനായി ഇന്ന് ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. കർത്താവെ, ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുവരായി ദൈവകരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങൾ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങൾക്കോ എൻ്റെ അപ്പച്ചൻ മറുപടി നൽകിയതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നവരായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നുവല്ലോ. നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. പലപ്പോഴും ദിവസങ്ങൾ നാളുകൾ നീണ്ടുപോകുമ്പോൾ ഭാരപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടേണ്ടെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ നിന്റെ ദൂതനെ അയക്കുന്ന ദിനങ്ങളാക്കുമാറാകണമേ. നിന്റെ ദാസൻ പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായി ഏൽപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഹോസ്പിറ്റലിലായിരിക്കുന്ന ജോസഫ് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യം, വിടുതലും സൗഖ്യവും നൽകണമേ. നീ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അനുഭവിച്ചവരെ ഇടയാക്കുമാറാകണമേ. ഞങ്ങളുടെ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന റോസ്മ സിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയോ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരിക്കുന്നുവല്ലോ. പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടായിരിക്കാൻ എൻ്റെ ദൈവോട് ഇടയാക്കുമാറാകണമേ. നീ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത നിന്റെ വചനപ്രകാരം അതിവേഗോടുന്ന നിന്റെ വചനമയച്ചോ ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്ന ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ രോഗങ്ങൾ സങ്കടങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. കർത്താവ് ആശ്വസിപ്പിക്കുന്നവനോ സൗഖ്യമാക്കുന്നവനോ സന്തോഷം പകരുന്നവനുമാണെന്ന് കാണുവാൻ ദൈവം ഇന്ന് ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് സഹായിക്കുന്നവനെന്ന് ഞങ്ങൾക്ക് അനുഭവിച്ചറിയ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്നായുടെ പ്രാർത്ഥന കേട്ട ദൈവം, അവരുടെ നിലവിളി അറിഞ്ഞ ദൈവം, ഞങ്ങൾ വിവിധ ഇടങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ അറിയുന്നതിലപ്പുറമായി ഞങ്ങളെ ഓമന പേര് ചൊല്ലി വിളിച്ചവൻ, ഞങ്ങളുടെ സകലുടെയും പേര് നന്നായി അറിയാവുന്നവൻ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ നടുവിലൊന്ന് ഇറങ്ങി വന്നു ഹല്ലേലൂയ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കഷ്ടങ്ങളെ മറക്കുമാറാക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഹല്ലേലൂയ അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ചോദിച്ചിരിക്കുന്ന സകല വിഷയങ്ങളിലോ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ കർത്താവ്, വിവിധ ദേശങ്ങളില് ഹല്ലേലൂയ സുവിശേഷ നിമിത്തം കഷ്ടപ്പെടുന്ന അനേക ജീവിതങ്ങളുണ്ട്. ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക പരീക്ഷാദിനങ്ങളായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെല്ലാം എക്സാം നന്നായി അറ്റൻഡ് ചെയ്യത്തക്കവണ്ണം ദൈവ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. നിന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി ആക്കരോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് നല്ല വിജയം അവർക്ക് കൊടുക്കണമേ. ഉറപ്പും ധൈര്യമുള്ളവരാക്കണമേ. നല്ല മെമ്മറി പവർ ഉള്ളവരാക്കി തീർക്കണമേ. ജ്ഞാനോ ഉറപ്പുള്ളവരാക്കി അവർ തീർക്കുമാറാകണമേ. യഹൂദ ബാലന്മാർ മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വിശിഷ്ടരായി കാണുവാൻ ആ ദേശത്തവരെ സഹായിച്ച ദൈവത്തിന്റെ ശക്തി അടിയങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീർന്നിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ദുഃഖിക്കുന്ന അനേക പേരൻസ് ഉണ്ട് കർത്താവ്, പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. ദൈവത്തിന്റെ അക്കാരിൽ നാളുകളിൽ സകല വ്യക്തി ജീവിതങ്ങൾ മേലും സന്ദർശിക്കുന്നതാണല്ലോ. നിന്റെ സകല ജഡത്തിന്മേലും നിന്റെ ആത്മാവിനെ പകരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാനല്ല, കർത്താവിനെ അറിയുവാൻ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഒരുക്കിയെടുക്കണമേ. ഇന്ന് ഹല്ലേലൂയ ഗാനങ്ങൾ ആലപിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നീ അവരെ ബലപ്പെടുത്തിയാട്ടെ, അധികമായി നീ ഉപയോഗിക്കുമാറാകണമേ. വചനം
സംസാരിക്കുവാൻ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസനായ സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയില് ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ആധികാരികതയോടെ ശുശ്രൂഷിപ്പാനും ഞങ്ങൾ കൂടി വന്നു എന്നുള്ളതല്ല, ഒരു വലിയ വിടുതലും സമാധാനത്തിനും കാരണമായി തീരുവാൻ കർത്താവ് തന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണമേ. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിൽ നിലനിൽക്കാൻ വീണ്ടും ബലപ്പെടുത്തണമേ. ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ബലവും നൽകണമേ. പ്രത്യാൽ ഇതിന്റെ ഉത്തരവാദിത്വത്തോടെ ചുമതലയിലിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും ദാസിയോർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾ കൂടി ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കുമായി സ്തോത്രം. അത് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കേണ്ടതിന് ബലവും ശക്തി ആരോഗ്യം നൽകണമേ. സങ്കടദേശത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സകല ഭാരങ്ങളിൽ നിന്നും, സകല സങ്കടങ്ങളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും, സകല പ്രതികൂലങ്ങളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഒരു വിടുതലിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, ദൈവർക്ക് വിശാലമായ വഴികളെ ഒരുക്കുമാറാകണമേ. ഏതെല്ലാം വിഷയങ്ങൾ ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നുവോ ആ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ദൈവം ആശ്വാസം നൽകുക. പ്രത്യേക ശാരീരമായ ക്ഷീണം അനുഭവിക്കുന്ന പ്രായാധിക്യത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ ബലഹീനതയും ദൈവശക്തി എന്റെ പ്രിയപ്പെട്ടവരുടെ മേലൊന്ന് വ്യാപരിക്കേണ്ടതിനായി സ്തോത്രം. പ്രത്യാശയോടെ സന്തോഷത്തോടായിരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ കഷ്ടതയുടെ ഒരു ദിനം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോയല്ലോ. ഞങ്ങളുടെ പ്രത്യാശ നാടിനോട് ഒരു ദിനം കൂടെ അടുക്കുവാൻ ഞങ്ങൾ ഭാഗ്യം നൽകിയല്ലോ. ആ പ്രത്യാശയോടോടുവാൻ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും പ്രാപ്തരും ശക്തരുമാക്കണം. തിരുനാമം എല്ലാ രീതിയിലും മഹത്വമെടുക്കണമേ. ഞങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം ആ വിഷയത്തിനും പരിഹാരം നൽകുവാൻ ശക്തനായിരിക്കുക. ഹല്ലേലൂയ. ഞങ്ങളെ മറന്നു കളയാത്ത, ഒരമ്മ മറന്നാലും മറക്കാത്തവർ, ഓരോ ജീവിതങ്ങളുടെയും ഹല്ലേലൂയ ഹൃദയങ്ങളുടെ നിലവുകളെ അറിഞ്ഞ് ആശ്വസിപ്പിച്ച് വഴി നടത്തേണ്ടതിന് പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. ഇതിലെല്ലാവരും എന്റെ കർത്താവിന്റെ വരവേറ്റ ആസന്നമാകിയാൽ അതിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം നിലനിൽപ്പാൻ കൃപ നൽകിയാട്ടെ. മാനവും മോത്തും കർത്താവ് എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു പിതാവേ, ദയത്തോന്നി കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിന്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുന്നവര്, സാഹചര്യം അനുവദിക്കുന്നവര് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. കർത്താവിന്റെ ദാസൻ നമ്മളോട് കൂടെയുണ്ട്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തേണ്ട കാര്യം പ്രത്യേകിച്ചില്ല. നമ്മളോട് കൂടെ ധൃതിക്കിടയില് ജോയിൻ ചെയ്യുവാൻ കാണിച്ച സന്മനസ്സിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യാത്രാ തിരക്കിലൊക്കെ ആയിരുന്നു. ശരീരത്തിന് ആരോഗ്യവും ബലവും ദൈവം കൊടുത്ത് നമ്മുടെ നടുവിൽ നിർത്തിയിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്ത 1 മണിക്കൂറിൽ പരം ദൈവ വചനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവം സഹായിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള ചിന്തയോട് നമ്മളോട് പറയുവാൻ മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവശബ്ദം തൻ്റെ ദാസനിൽ കൂടെ കേൾക്കുവാൻ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. പാസ്റ്റർ ബിജു CX. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ നല്ല സാവകാശത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങളെയും ആൻറ്റിയെയും ഈ സൂമിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കാണുവാനൊക്കെ ദൈവം ഭാഗ്യം ചെയ്തു. ഞാൻ ഇന്നലെ കൺവെൻഷൻ കുന്നംകുളം പട്ടണത്തിലായിരുന്നു. രാത്രി കഴിഞ്ഞ് ഏകദേശം ഒരു വെളുക്കാറായപ്പോഴാണ് ഞാനും തിരിച്ച് വീട്ടിലെത്തിയത്. സ്വർഗത്തിലെ ദൈവം ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. സ്തോത്രം. പൊത്തേകാൽ തോമസ് അങ്കിള്, ലിൻഡാൻറ്റി, അവർക്ക് ദൈവം കൊടുത്ത ആരോഗ്യത്തിനും ആയുസ്സിനും എല്ലാറ്റിനും ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. നമ്മുടെ മുമ്പിൽ സമയം ചുരുക്കമല്ലേ ഉള്ളൂ. അല്പസമയം തിരുവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കൊച്ചു ദൂത് മാത്രം ഒന്ന് പങ്കുവെക്കുന്നു. ഇന്ന് പ്രിയ ബെന്നുപേർ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മോളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പലപ്പോഴും മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ വർഷിപ്പും ആ ഫാമിലിയുടെ ആരാധനയും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റായ ഒരു പാട്ടാണ് ഒരു നാളും കൈവിടത്തില്ല എന്നുള്ള ഒരു പാട്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ നല്ല വർഷിപ്പ് ദൈവം അനുഗ്രഹിക്കട്ടെ.
ഇന്നത്തെ വചനചിന്തയ്ക്ക് വേണ്ടി ഒരു കൊച്ചു വാക്യം നമുക്ക് വായിക്കാം. ഞാൻ എന്താണെന്ന് നിങ്ങളോട് ശുശ്രൂഷിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ രാവിലെ സമയം ദൈവം എനിക്ക് തന്നൊരു വാക്യം ഇയ്യോബിനെ കുറിച്ച് പ്രസംഗിക്കാനാണ്. എന്താണ് എന്നെനിക്കറിയത്തില്ല. ആ മേഖലയിൽ ഒരു വിടുതൽ ദൈവം നമുക്ക് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നത്തെ വചനചിന്തയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. സ്തോത്രം. ഞാൻ ആ വാക്യം വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. നമുക്കറിയാം 42 അധ്യായങ്ങളുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. വേദപുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു 66 പുസ്തകങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടതും ആദ്യമായി വന്നതും ഇയ്യോബിൻ്റെ പുസ്തകമാണ്. പുസ്തകക്രമത്തിൻ്റെ കാര്യത്തിൽ സങ്കീർത്തനത്തിന് മുൻപാണ് ഇയ്യോബിൻ്റെ പുസ്തകം ക്രോഡീകരിച്ചതെങ്കിലും ആരംഭത്തിലെ ബുക്ക് എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം തന്നെയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്കെല്ലാം ഒരുപാട് അനുഗ്രഹമാണ്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലന്മാരൊന്നും ഇയ്യോബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ മാത്രമാണ് അതിനെ എടുത്ത് ഒന്ന് ഇയ്യോബിനെ കുറിച്ചൊരു സാക്ഷീകരിച്ചത്. താൻ പറഞ്ഞു, ഇയ്യോബിൻ്റെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ, അവസാനം ദൈവം തനിക്ക് വരുത്തിയ അന്തം നിങ്ങൾ കണ്ടുമിരിക്കുന്നല്ലോ. അപ്പോൾ ലേഖനങ്ങളിൽ, യാക്കോബിൻ്റെ ലേഖനങ്ങളിൽ അത് എടുത്തു പറയാനിടയായി. ഇയ്യോബിൻ്റെ ജീവിതവും തനിക്കെതിരെ ഉണ്ടായ പ്രതിസന്ധിയും താൻ അനുഭവിച്ച സഹിഷ്ണുതയും താൻ കടന്നുപോയ ഭാരവുമൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ ഒടുവിലായിട്ട് തനിക്ക് ഒരു പ്രയാസമുണ്ടായി. എന്നാൽ ആ പ്രയാസത്തിൻ്റെ ഒടുവിൽ ദൈവം ചിലത് ചെയ്തു എന്ന് അപ്പോസ്തലൻ സാക്ഷീകരിച്ചു. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതം ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് എടുത്ത് പഠിപ്പിക്കാനും പറയാനും അതിന് ഒരു സാക്ഷിയാണ്. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് എന്നെ ദൈവം പഠിപ്പിച്ച ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ന്യായപ്രമാണമൊക്കെ വരുന്നതിന് മുൻപേ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഞാൻ ആ പദം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ന്യായപ്രമാണം നമുക്ക് ലഭിക്കുന്നത് മോശ വഴിയാണ്. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഇസ്രയേൽ ജനത്തെ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു. ആ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ നടത്തുമ്പോഴാണ് അവർക്ക് ന്യായപ്രമാണം ദൈവം കൊടുക്കുന്നത്. എന്നാൽ ന്യായപ്രമാണവും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന 10 പ്രമാണങ്ങളും 613 സിവിൽ നിയമങ്ങളായ യഹോവയുടെ ന്യായപ്രമാണവും ദൈവം ഇസ്രയേൽ ജനത്തിന് കൊടുക്കുന്നതിന് മുൻപ് എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിലാണല്ലോ നമുക്ക് എങ്ങനെ ആരാധിക്കണം, എങ്ങനെയൊക്കെ ദൈവകൽപ്പന സ്വീകരിക്കണം എന്ന് ഒക്കെ ദൈവം നമുക്ക് തന്നത്. അപ്പോഴാണല്ലോ യാഗത്തെക്കുറിച്ചും യാഗരീതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ദൈവം ഉടമ്പടി തന്നത്. എന്നാലേ ഇയ്യോബിൻ്റെ കാര്യം നിങ്ങൾ അറിയണം. ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപേ ജീവിച്ച മനുഷ്യനാണ്. എന്ന് വെച്ചാൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. ഈ ഊസ് എന്ന് പറയുന്ന ദേശം മിദ്യാൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ തൊട്ടടുത്താണ്. എന്ന് വെച്ചാൽ മോശ മിദ്യാനിലെ പുരോഹിതന്റെ ഭവനത്തിൽ പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മിദ്യാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഊസ് ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ജീവിച്ചൊരു കാലഘട്ടത്തിലായിരിക്കണം ഇയ്യോബും ജീവിച്ചത്. ഒരു കാര്യം ഉറപ്പാ, ന്യായപ്രമാണം തനിക്ക് കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഈ യുഗങ്ങളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ നിഷ്പാപ യുഗമെന്നുണ്ട്, മനസാക്ഷി യുഗമുണ്ട്, ന്യായപ്രമാണ യുഗമുണ്ട്, കൃപായുഗമുണ്ട്, മഹോദർവ യുഗമുണ്ട്, അല്ലേ? നമ്മൾ ഈ 5 യുഗങ്ങളെയൊക്കെ വേർതിരിച്ച് പഠിച്ചു വരുമ്പോൾ ഒരു യുഗമാണ് നിഷ്പാപ യുഗം. ന്യായപ്രമാണത്തിന്
മുൻപുള്ള മനസാക്ഷി യുഗം. എന്നാലേ ന്യായപ്രമാണം കിട്ടിയതിനു ശേഷം ന്യായപ്രമാണ യുഗമായി. പക്ഷെ ഈ മനുഷ്യൻ, ഞാൻ എപ്പോഴും ഈ വാക്യം ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും. എനിക്ക് സ്നേഹം വർദ്ധിച്ചൊരു കാര്യം, ഞാൻ ദൈവത്തോട് ചോദിക്കാണ്ട്, ദൈവമേ, ഞങ്ങൾക്ക് എങ്ങനെ യാഗം കഴിക്കണമെന്ന് മോശയുടെ പ്രമാണം കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. എന്നാലേ ഈ പ്രമാണം ഒന്നുമില്ലാതിരുന്ന കാലത്ത് എല്ലാ ആണ്ടുതോറും തൻ്റെ വീട്ടിൽ തൻ്റെ മക്കളെ വിളിച്ചു വരുത്തി ഇയ്യോബ് ഹോമയാഗം കഴിച്ചിരുന്നു. ഇതിന്റെ പ്രസക്തി എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ നോക്കിക്കേ. എന്ന് വെച്ചാലേ കയീനും ഹാബേലും ഒക്കെ ആരാധിച്ച് ഒരു ചരിത്രം ഒരുപക്ഷെ തനിക്കും അറിയാൻ പറ്റും. എന്നാൽ ദൈവത്തോട് കൂടെ നടന്ന ഒരു ഹാനോക്കിനെ കുറിച്ചും തനിക്കറിയാൻ കഴിഞ്ഞു കാണും. എന്നാൽ അതിനപ്പുറമായി ദൈവത്തോട് ചേർന്ന് പെട്ടകം പണിത നോഹിയെ കുറിച്ചും ഒക്കെ താൻ കേട്ട് കാണും. എന്നാൽ പ്രമാണമൊന്നുമില്ലാതിരുന്നപ്പോഴും പ്രമാണപ്രകാരം ജീവിച്ച ഒരു ഭക്തനാണ് ദൈവമക്കളെ. ആമേൻ. ഈ ഇയ്യോബ് എന്ന് പറയുന്നത് നമുക്കൊക്കെ പഴയ നിയമവും പുതിയ നിയമവും ഇത്രയും കിട്ടിയിട്ടും ഇതനുസരിക്കാതെ ജീവിക്കുന്ന എത്ര എണ്ണം ഈ പട്ടണത്തിലുണ്ട്. ഇത് ഒരു പുസ്തകമായി നമ്മുടെ കക്ഷത്തും നമ്മുടെ പോക്കറ്റിലും നമ്മുടെ വീട്ടിൽ തന്നെ എത്ര വേദപുസ്തകമുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പുസ്തകമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് വേദപുസ്തകമാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു 5-8 വേദപുസ്തകം ഉണ്ടാകും. ആരെങ്കിലും ചോദിച്ചാൽ എപ്പോഴും ഒരു പുസ്തകം കൊടുക്കാൻ കയ്യിലുണ്ടാകണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചുമക്കുന്നവരാ. എന്നിട്ടും പലതും നമ്മൾ മറന്നു പോകുമ്പോൾ ന്യായപ്രമാണം പോലെ ലഭിക്കാത്ത ആ കാലഘട്ടത്തിൽ ഈ ദൈവ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ഇത് ഇന്ന് പകൽ നിങ്ങളോട് സൂക്ഷിക്കാൻ എനിക്ക് ജീവൻ പകർന്ന ഒരു വാക്യമാണ്. എന്നാലേ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് വരാം. 1-ാം അധ്യായത്തിലേക്ക് വരാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. ആമേൻ. ആദ്യമേ ആ വാക്യം കൊടുത്തിട്ട് തൻ്റെ സ്ഥലപ്പേര് കൊടുത്തിട്ട് താൻ ആരാണെന്ന് അടുത്ത സെന്റൻസിലുണ്ട്. 1 നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, 3 ദൈവഭക്തൻ, 4 ദോഷം വിട്ടകലുന്നവൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാം. വിശുദ്ധ വേദപുസ്തകം, അതിന് ഒരു വേറൊരു പേര് കൂടിയുണ്ട്, സത്യവേദ പുസ്തകം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് 100-ൽ 101% സത്യമാണെന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിനകത്ത് കള്ളത്തരം എഴുതത്തില്ലല്ലോ, ഈ പുസ്തകത്തിനകത്ത് നുണ എഴുതത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 1-ാം വാക്യം ഞാനും നിങ്ങളും വിശ്വസിക്കണ്ടേ? ആ മനുഷ്യനെ കുറിച്ച് പരിശുദ്ധാത്മാവല്ലേ എഴുതി വച്ചിരിക്കുന്നത്? നിഷ്കളങ്കനെന്ന്, നേരുള്ളവനെന്ന്, ദൈവഭക്തനെന്ന്, ദോഷം വിട്ടകലുന്നവനെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി. ഈ മനുഷ്യനെതിരെ അല്ലേ ഇത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത്? ആണോ? ഇയാൾ ഭക്തനല്ലാഞ്ഞത് കൊണ്ടാണോ കൊടുങ്കാറ്റടിച്ചത്? ഇയാള് നേരുള്ളവനല്ലാത്തത് കൊണ്ടാണോ കൊടുങ്കാറ്റടിച്ചത്? ഇയാൾ ഭക്തനല്ലേ, നേരുള്ളവനല്ലേ, ദോഷം വിട്ടകലുന്നവനല്ലേ? അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി, ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, മാനുഷിക ശബ്ദം എനിക്ക് വേണ്ട, ദൈവം സംസാരിക്കണം. അപ്പൊ ഇന്ന് ഈ സൂമിയിലിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തോട് ദൈവം പറയുന്നത്, നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാപാതകം നിങ്ങൾ ചെയ്തത് കൊണ്ടൊന്നുമല്ല. ഭക്തനെതിരെയും പ്രയാസം ഉണ്ടാകാം, ഒരു നേരുള്ളവനെതിരെയും പ്രയാസം ഉണ്ടാകാം, ഒരു ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കുന്നവന് പ്രതിസന്ധി ഉണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ആ പകല പ്രതിസന്ധിയിൽ നിന്നും എന്നെയും നിങ്ങളെയും കോരിയെടുത്ത് വിടുവിക്കുന്ന, താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ അന്തരാത്മാവിൽ ഇന്ന് പകൽ ശക്തിപ്പെടണം. പിശാച് ചിലരുടെ ഉള്ളത്തിൽ കൊണ്ടുവന്ന്
അരുതാത്ത വിത്ത് വിതക്കും. നീ ഇന്ന് അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, നീ നേരിടുന്ന ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിന്റെ കുറവുകളാണ്, നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളാണ് എന്ന് പറഞ്ഞ് നിങ്ങളോട് പോരാടുമ്പോൾ ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾ അവനെ നോക്കിക്കൊണ്ട് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അല്ല, എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ എന്റെ മേലുണ്ട്. ദൈവജനമേ, അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ മൂന്നാം സ്വർഗത്തോളം ദൈവം എടുത്തുകൊണ്ട് പോയി. എനിക്ക് ആഴമായി പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഒരിക്കൽ ഇതുപോലെ സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനാ പ്രാർത്ഥിക്കുന്ന പൗലോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്ന പൗലോസ്. ആരാണ് പൗലോസ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഞാൻ വേഗം പോകാം. കിലിക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ തർസോസുകാരനായി ജീവിച്ച മഹാധനവാനായ ധനാഢ്യനായ ഒരു മനുഷ്യൻ, 13 വയസ്സുവരെ തർസോസിൽ ജീവിച്ച മനുഷ്യൻ തൻ്റെ പെങ്ങളെ എരുശലേമിൽ കല്യാണം കഴിച്ചു കൊടുത്ത തൻ്റെ ഒരു സിസ്റ്റർ എരുശലേമിലാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും എരുശലേം എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭൂമിയാണ്. തർസോസുകാരനായ ശൗല് 13-ാമത്തെ വയസ്സിൽ വചനം പഠിക്കാൻ കിലിക്കയിൽ നിന്നും തർസോസിൽ നിന്ന് യെരുശലേമിൽ വരുന്നു. 10 വർഷം താൻ വേദവചനം ഗമാല്യന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചു. 24-ാമത്തെ വയസ്സിൽ താൻ പഠനം പൂർത്തിയാക്കി പിന്നെ തിരിച്ച് തർസോസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ താൻ അറിയുന്നു ഒരു മാർഗക്കാർ എഴുന്നേറ്റിരിക്കുന്നു. അവരെ മുടിക്കാൻ വീണ്ടും യെരുശലേമിൽ വരുന്നു. 30 വയസ്സ് വരെ യെരുശലേമിൽ ക്രിസ്തു മതത്തിനെതിരായി നിന്നു. ആ മനുഷ്യനെ ദൈവം അടിച്ചു, താഴെയിട്ടു. ഞാനിങ്ങനെ പറയാറുണ്ട്, ബെന്യാമിൻ ഗോത്രക്കാരനായ കാട്ടുചെന്നായായ ആ ശൗലിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യഹൂദ ഗോത്രത്തിലെ സിംഹം അടിച്ചു താഴെയിട്ടു. കാട്ടുചെന്നായ ദമസ്കോസിന്റെ പടിവാതിക്കൽ അയ്യം വിളിച്ച് താഴെ വീണു. ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അനന്യാസ് അഡ്രസ് ചെയ്യുന്ന ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനന്യാസെ, എഴുന്നേറ്റ് ചെല്ല്, ശൗല് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് എപ്പോഴും സന്തോഷം തരുന്നൊരു വാക്യമാ. നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയട്ടെ, ഇന്നാള് പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നതിനേക്കാൾ, ഞങ്ങൾ പ്രാർത്ഥനക്കാരാണെന്ന് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നമ്മെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെക്കട്ടെ, ഇവൻ പ്രാർത്ഥിക്കുന്നവനാ, ഇവൻ പ്രാർത്ഥിക്കുന്നവനാ. ശൗലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യൻ ആത്മപൂർണനായി ആത്മശക്തി പ്രാപിച്ചവനായി അന്തോക്യയിലെ സഭയിൽ വെച്ച് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട മനുഷ്യൻ. തൻ്റെ പ്രസംഗമൊക്കെ വിശ്വാസത്തെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചുമാണ്. അത്രയും വചനത്തിൽ പോരാടി നിന്ന ആ മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതെന്നെ ഒന്ന് വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്താണ്? താൻ അനുഭവിച്ച ചില ക്ലേശങ്ങൾ, താൻ കടന്നുപോയ ചില ഭാരങ്ങൾ തന്നെ വിട്ടൊന്ന് നീങ്ങേണ്ടതിന് താൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം മിണ്ടിയില്ല. 1, 2, 3 തവണ പ്രാർത്ഥിച്ചു. 3-ാമത്തെ തവണ ശാന്തമായി ദൈവം ഒരു മറുപടി കൊടുക്കുന്നു. ആ മറുപടി ഇതാണ്, പൗലോസേ, ഇത് മാറാൻ നീ പ്രാർത്ഥിക്കണ്ട, ഇത് മാറും എന്ന് നീ വിചാരിക്കണ്ട. ചിലതൊന്നും മാറത്തില്ല ദൈവമക്കളെ. ഞാനല്ല, എത്ര കൃപാവര പ്രാപ്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ തലേ കൈവച്ചാലും ഞാൻ നിങ്ങളുടെ വ്യാജം പറയുകയല്ല, ചിലത് മാറില്ല. എന്തിനാണെന്നറിയാമോ? അതിലൂടെ നിങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമായുള്ള ബന്ധത്തിൽ നിങ്ങളെ അടുപ്പിച്ച് നിത്യതയുടെ തുറമുഖത്ത് നിങ്ങളെ തേജസ്സോടെ ദൈവത്തിന് നിർത്തേണ്ടതിന് ചില കഷ്ടങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില നിന്ദകൾ, ചില അപമാനങ്ങൾ, ചില രോഗങ്ങൾ ഒക്കെ ദൈവം അനുവദിച്ചെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുക, ആ സകല പ്രതിസന്ധികളും ദൈവം അനുവദിച്ച് നിങ്ങൾക്കെതിരെ
നിങ്ങൾക്കെതിരെ അത് വരുമ്പോൾ ദൈവത്തിന്റെ സമയത്തല്ലാതെ, ദൈവം അനുവദിച്ച നിമിഷത്തിലല്ലാതെ നിങ്ങൾക്കൊരു ഹാനിയും വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രാരംഭമായി നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത പറയുന്നു, നീ കയറിയ കപ്പല് ഒരു പക്ഷം ഉടഞ്ഞെന്ന് വരാം. നിന്റെ കപ്പൽ ഉടഞ്ഞ് ആമൻ സമുദ്രത്തിൽ നീ പെട്ടെന്ന് വരാം. സമുദ്രത്തിൽ നീ നീന്തി തുടിച്ചെന്ന് വരാം. അഗ്രിപ്പാവും ഫെക്സോസും ഫെലിക്സും എല്ലാം നിനക്കെതിരായെന്ന് വരാം. എന്നാൽ ദൈവമൈതലേ, റോമ കാരാഗൃഹത്തിൽ വെച്ച് 5 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് എഴുതി. ആമൻ അല്പസമയത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നത്തെ 3 ലേഖനങ്ങൾ തിരുസഭയ്ക്ക് കൈമാറാൻ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാനിയും നിനക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സൂമിൽ ഇരിക്കുന്ന ചിലരോട് പ്രവചനാത്മാവി പറയുന്നു, ഇന്ന് നീ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും ആമൻ അതിന്റെ നടുവിൽ നിന്റെ ആയുസ് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, ഒരിക്കൽ അവൻ യുദ്ധക്കളത്തിൽ ദാവീദിനെതിരെ ഒരു ശത്രു എഴുന്നേറ്റു. ദാവീദിന്റെ കഴുത്തിന് നോക്കി വാളുവെട്ടാൻ വാളെടുക്കുമ്പോൾ അബിശായി വന്ന് അവനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ദാവീദോട് പറയുന്നൊരു വാക്കുണ്ട്, യജമാനനെ, അങ്ങനെ യുദ്ധത്തിന് വരരുത്. കാരണം അങ്ങ് ഇസ്രയേലിന്റെ ദീപമാണ്, അങ്ങ് ഇസ്രയേലിന്റെ വെളിച്ചമാണ്. വെളിച്ചം കെട്ടുപോയാൽ ഇസ്രയേൽ ഇരുട്ടിലാകും. ഉടനെ ആ യുദ്ധഭൂമിയിൽ മുട്ടുമടക്കി നിന്ന് ദാവീദ് വിളിച്ചു പറയുന്നു, നോ, അല്ല, ഞാനല്ല വെളിച്ചം, യഹോവ എന്റെ വെളിച്ചമാണ്, അവനാണ് എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ രാവിലെ സമയവും ആമൻ നിങ്ങൾ ഇരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ തിരിച്ചറിയണം, ദൈവം അനുവദിച്ച സമയത്തല്ലാതെ ഒരുവൻ നിന്നെ മേൽ കൈവെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതനാജനഘടകൽഖരാധന ചൊല്ലിക്കെട്ടിയാലും 1000 മന്ത്രവാദികൾ നിനക്കിരുന്ന് മന്ത്രവാദം ജപിച്ചാലും ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ വിധി കൽപ്പിച്ചാലും ഇന്ന് പകൽ അവൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, 2025 മുഴുവൻ കാണുമാറാക്കിയ ഈ ദൈവം 2026 ആയുസ് തന്നെങ്കിൽ ചില കാര്യങ്ങൾ നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിനും നന്ദി പറ. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടി നിങ്ങളോട് നടുവിൽ പങ്കുവെക്കുകയാണ്. ദൈവമക്കളെ, ഈ ദൈവമനുഷ്യൻ, ഈ യോബ് ഭക്തനാണെന്ന് ആമൻ 1-2 വാക്കിലല്ല ഇത് തെളിയിച്ചത്. ഒന്ന് കുറിച്ചു വെച്ചാൽ നല്ല കാര്യം. യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നിങ്ങളിത് നോട്ടാക്കി വെക്കണം, ഇത് കുറിച്ചു വെക്കണം, ഇത് പ്രയോജനപ്പെടുമായിരിക്കും. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, 5 പേരാണ് യോബ് ഭക്തനെന്ന് നേരുള്ളവനെന്ന് സാക്ഷ്യം പറഞ്ഞത്. 5 പേരാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നരുളി ചെയ്തു. ദാണ്ട് 1-ാമത്തെ സാക്ഷ്യം നിങ്ങൾ നോട്ട് ചെയ്യണം. സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. ഞാന് ഇത് പറയുമ്പോൾ എനിക്ക് ഭയമാണ് കേട്ടോ. എന്നാന്നറിയോ, ഒരു മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ, എൻ്റെ യേശു അപ്പച്ചൻ യഹോവയാം ദൈവം സാക്ഷ്യം പറയുക. ദൈവമക്കളെ, സ്വർഗം പോലും തൃക്കണ്ണിൽ എന്തല്ല, നിർമ്മലമല്ല, അല്ലേ? ആമൻ, ബൈബിൾ അങ്ങനെയല്ലേ പറയുന്നത്? യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു. തങ്കൽ ഏകാഗ്രത ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഈ യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്ന യഹോവയുടെ കണ്ണ്, സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നീതിമാൻ ഒരുത്തം പോലുമില്ല. ദൈവം സാക്ഷ്യം പറയുകയാണ്, നീതിമാൻ ഒരുത്തം പോലുമില്ല. ഈ പറയുന്ന തമ്പുരാന്റെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൊണ്ട് ഭൂമിയിൽ നോക്കുമ്പോ ഒരു മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ സാക്ഷ്യം പറയുക. ആ മനുഷ്യനെ കുറിച്ച് തമ്പുരാൻ പറയുക, എടാ പിശാചേ, എൻ്റെ മകനുണ്ടല്ലോ, എൻ്റെ ദാസനുണ്ടല്ലോ യോബ്, അവൻ നിഷ്കളങ്കനല്ലേ, അവൻ നേരുള്ളവനല്ലേ, അവനെ പോലെ ഭൂമിയിൽ ആരുണ്ട്
എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാനിത് പ്രസംഗിക്കാൻ വേണ്ടി പറയുകയല്ല. എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ ഈ വാക്യം നിങ്ങളോട് പ്രസംഗിക്കാൻ ഇവിടെ എഴുതുമ്പോൾ ഞാൻ അറിയാതെ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. തമ്പുരാനെ, ഇങ്ങനൊരു സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് പറയണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇവിടുത്തെ സംഘടന എനിക്ക് പറയുന്ന സാക്ഷ്യമല്ല, എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നവർ എനിക്ക് തരുന്ന മാർക്കല്ല, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്കറിയാം, ഇന്ന് ഓസാന പാടുന്ന ലോകം നാളെ ക്രൂശിക്കാൻ വിളിച്ചു പറയും. മനുഷ്യന്റെ ഒരു ഉയർച്ചയും നമുക്ക് വേണ്ട, മനുഷ്യന്റെ ഒരു നല്ല വാക്ക് നമുക്ക് വേണ്ട. കാരണം ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, മനുഷ്യൻ കരുണയില്ലാത്തവനാ. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ കൈക്ക് പിടിച്ച് ആമൻ വെരി ഗുഡ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ അധികം വിശ്വസിക്കരുത്. 31 വർഷം കഴിഞ്ഞു ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാം. ഇപ്പുറത്ത് നിന്ന് പ്രസംഗവേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈക്ക് പിടിച്ച്, പാസ്റ്റേ, ഇതുപോലൊരു പ്രസംഗം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞവർ തൊട്ടടുത്ത് മാറി നമുക്കെതിരെ പറഞ്ഞത് പലതും കേൾക്കുമ്പോൾ ചങ്കുരുകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ സാക്ഷ്യം എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ആര് ഉയർത്തുന്നതും നമുക്ക് വിഷയമല്ല. കർത്താവിൻ്റെ ദാസൻ ബില്ലി ഗ്രഹാം ഒരിക്കൽ പ്രസംഗം കഴിഞ്ഞു. പ്രസംഗവേദിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നു പറഞ്ഞു, പാസ്റ്റർ, സൂപ്പർ മെസ്സേജ് ആയിരുന്നു, അടിപൊളി പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ബില്ലി ഗ്രഹാം പറഞ്ഞു, ആമേൻ, ഇപ്പോൾ ബ്രദറിനെ കൂട്ടി 2 പേരായി എന്നോട് പറയുന്നത്. അവൾ ചോദിച്ചു, പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് ഇപ്പോഴല്ലേ ഇറങ്ങിയത്, മറ്റാരും വന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, ലൂസിഫർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രസംഗം അടിപൊളിയാന്ന്. 2ാമത് നീയാ പറഞ്ഞത്. ദൈവമക്കളെ, അതൊക്കെ ഞാൻ ഞെട്ടിപ്പോയൊരു വാക്യമാ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വെരി ഗുഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മളറിയാതെ, ഓ, എൻ്റെ പ്രസംഗം, എൻ്റെ നമുക്കൊരു ഇച്ചിരി തലപ്പൊക്കം ഉണ്ടാകും. വേണ്ട കേട്ടോ, അതൊരു പുകഴ്ച നമുക്ക് വേണ്ട. തമ്പുരാൻ ഉയർത്തിയില്ലെങ്കിൽ നമ്മൾ ആരും ഉയർത്തിയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ ദാസൻ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആമൻ, ഞാനിതെന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കരുത്, ബലവാൻ ബലത്തിൽ ശരണപ്പെടരുത്, ആശ്രയിക്കുന്നവൻ യഹോവയിൽ ആശ്രയിക്കുക. ഇന്ന് പകലിലും നമുക്ക് ബലം തന്ന ദൈവത്തിന് വിശുദ്ധ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. 1ാമത്തെ സാക്ഷ്യം, ദൈവം സാക്ഷ്യം പറയുക. ആരെ കുറിച്ച്? എൻ്റെ ദാസനായ യോബ്, അവൻ ഭക്തനായിരുന്നു. ചങ്കിലോട്ട് കൈവച്ച്, നെഞ്ചത്തോട്ട് കൈവച്ച് ഇന്ന് പകൽ ഇങ്ങനെ പറ, എൻ്റെ യേശുപ്പച്ച, അങ്ങ് എന്നെ കുറിച്ചും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഒരു ജീവിതം, ഒരു സാക്ഷ്യമുള്ള ഒരു ജീവിതം എനിക്ക് ദൈവം നൽകി തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്ക്. സ്വർഗത്തിലെ ദൈവം നമുക്കത് നൽകിത്തരും. അപ്പൊ 1ാമത്തെ സാക്ഷ്യം ഈ കർത്താവ് അവനെ കുറിച്ച് പറയുന്നു. ഇനി 2ാമത്തെ സാക്ഷ്യം നിങ്ങളൊന്നെടുത്തേ. 1-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം ഒന്ന് ആ വേദപുസ്തകം ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് തുറന്ന് നോക്കിക്കേ. 1-ാം അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയല്ലേ വായിക്കുന്നേ, യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, അല്ലേ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്ന ഒരുത്തൻ, അല്ലേ? യഹോവ സാത്താനോട്. അപ്പോ 1-ാമത്തെ വാക്യം എഴുത്തുകാരനാ പറഞ്ഞു കേട്ടോ. ഒന്ന് മാറ്റണേ. 1-ാമത്തെ വാക്യം 1:1 എഴുത്തുകാരൻ ഒരു സാക്ഷ്യം പറഞ്ഞു. ആരെ കുറിച്ച്? ഇയ്യോബിനെ കുറിച്ച്. 2-ാമത്തെ വാക്യം 1:8 യഹോവയാം ദൈവം തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. 3-ാമത്തെ നിങ്ങൾ 1:9 വാക്യം ഒന്ന് നോട്ട് ചെയ്തേ. 1:9 ആ വാക്യത്തിനകത്ത് അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നേ. അപ്പൊ 1-ാമത്തെ സാക്ഷ്യം, ഈ പുസ്തകം എഴുതിയ മോശ ഒരു സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബ് ഭക്തനാണ്. 2, വിളിച്ചിറക്കിയ ദൈവം ഒരു സാക്ഷ്യം പറയുന്നു, ഇയ്യോബ് ഭക്തനാണ്. നമ്പർ 3 സാത്താൻ പറയാണ് അവൻ ദൈവഭക്തനാ. ദൈവമക്കളെ, ലോകത്തിൽ ആര് നമ്മെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാലും
നല്ല വാക്ക് പറയാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഈ പുള്ളിയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെ കുറവ് മാത്രം കാണാൻ നടക്കുന്ന ഒരു പുള്ളി. അങ്ങനെയല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നേ അല്ലേ? ദൈവസന്നിധിയിൽ രാപ്പകൽ തൻ്റെ സഹോദരന്മാരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു അന്ധകാര ശക്തിയല്ലേ ഈ ലൂസിഫർ എന്ന് പറയുന്നത്. നമ്മിൽ ഒരു നന്മ അവൻ കാണുമോ? നമ്മിൽ ഒരു അനുഗ്രഹം കാണുമോ? പക്ഷേ സാത്താന് പോലും അല്ലേ, നിങ്ങൾ ഈ സെക്കരിയ പ്രവചനം പഠിക്കുമ്പോൾ ഒരു വാക്യം ഞാനൊരു പഠനത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുക. ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പുരോഹിതൻ അല്ലേ, ഒരു യോശുവ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ദൈവസന്നിധി നിന്നപ്പോൾ ആ പുരോഹിതന്റെ വസ്ത്രത്തിൽ ഒരല്പം കറ പറ്റിയത് കണ്ടു. ഉടനെ പിശാച് ആ കറ പറ്റിയത് കണ്ടിട്ട് പറയാണ്, ദാ നോക്കിക്കേ, ആമേൻ, ദൈവമേ, നിന്റെ പുരോഹിതന്റെ വസ്ത്രത്തിൽ ഒരു കറ പറ്റിയിരിക്കുന്ന കണ്ടില്ലേ, ഒരു കറ പറ്റിയത് കണ്ടില്ലേ? ഉടനെ തമ്പുരാൻ ഒരു ദൂതനോട് പറയുന്നു, അവൻ വേഗത്തിൽ അവന്റെ വസ്ത്രം മാറ്റ്, അവന്റെ ഉടുപ്പ് മാറ്റ്, തേജസ്സുള്ള വസ്ത്രം കൊടുക്ക്. അവന്റെ വസ്ത്രം അഴുക്കുണ്ട്, ആ അഴുക്കിനെ പിടിച്ച് പിശാച് അതിനെതിരെ വാദിക്കുന്നു, ശത്രു അതിനെതിരെ വാദിക്കുന്നു. ആ അഴുക്ക് വസ്ത്രം മാറ്റി അവന് പുതിയ വസ്ത്രം കൊടുക്കണം. ദൈവമക്കളെ, ഇതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മിൽ പിശാചിനെ ക്ലെയിം ചെയ്യാൻ ഒരു കറയും ഉണ്ടാകരുത് കേട്ടോ. അതുകൊണ്ടാണ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് എഴുതി, കറ, ചുളുക്കം, വാട്ടം ഒന്നുമില്ലാത്ത ഒരു കറ നമ്മിൽ ഉണ്ടാകരുത്. നമ്മളെ അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും ആമൻ പ്രിയമക്കളുമായി ദൈവം നമ്മെ സെലക്ട് ചെയ്തു. ഞാൻ എന്നും പറയാറുണ്ട്, നമ്മുടെ എല്ലാം ചർച്ചിനകത്ത് ഈ തിരുമേശ കൊടുക്കുമ്പോൾ തിരുമേശയ്ക്ക് വേണ്ടി ഒരു കപ്പും ആ പാത്രവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ പാത്രം ആലയത്തിൽ സ്പെഷ്യലാണ് അല്ലേ? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല തിരുമേശ എടുക്കുന്ന ആ കപ്പിനകത്ത് വീട്ടിൽ വരുന്നവർക്ക് സ്കോഷ് ഒഴിച്ചു കൊടുക്കുന്നത്, മെറണ്ട ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ തിരുമേശക്ക് ഉപയോഗിക്കുന്ന കപ്പും അതിൻ്റെ പാത്രവും എന്നും സേഫായിട്ട് നമ്മൾ സൂക്ഷിക്കും. എന്താ കാര്യം? അത് തിരുമേശക്കുള്ളതാ. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പറയും, ആ കപ്പും സോസറും മാത്രമല്ല തിരുമേശക്ക് ഉപയോഗിക്കേണ്ടത്. അതെടുക്കുന്ന നമ്മൾ ആ പാത്രത്തെക്കാൾ ഏറ്റവും വിശുദ്ധമായിരിക്കണം. ആ പാത്രം എങ്ങനെ കൊണ്ടുപോയി അലമാരക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, അതിലും വിശുദ്ധമായിരിക്കണം. തിരുമേശ എടുക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മിൽ കറ കാണാൻ പാടില്ല. ഏതൊക്കെയോ മേഖലകൾ പിശാചിനെ ക്ലെയിം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെറിയ കറകൾ ചൂണ്ടിക്കാണിച്ച് അവൻ എനിക്കും നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറക്കുമെതിരെ ഇന്ന് പകൽ പോരാടുമ്പോൾ ഇതാ നിങ്ങളുടെ സമീപേ ഒരു രക്തം ഒഴുകുന്നുണ്ട്. അവൻ പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യ രക്തം നിങ്ങൾ ഇരിക്കുന്നതിന്റെ അടുത്ത് ആ രക്തം ഒഴുകുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുകരങ്ങൾ ഉയർത്തി, തമ്പുരാനെ, ആ രക്തം എന്റെ തല മുതൽ പാദം വരെ ഒന്ന് ഒഴുകിയിറങ്ങട്ടെ, ആ രക്തം എന്നെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ. നിങ്ങൾ ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എനിക്കറിയത്തില്ല എവിടേക്കെയോ ക്ലെയിം ചെയ്യുന്ന നിങ്ങളുടെ അവകാശത്തിനെതിരെ, നിങ്ങളുടെ നന്മയ്ക്കെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ അവകാശവാദം പറയുന്ന ചില അവകാശങ്ങൾ ഇപ്പോൾ ആരും കൈതൊടാതെ നിങ്ങളിൽ നിന്നും എന്നേക്കും അത് വിട്ടുമാറുന്നു. ചില കറകൾ അത് ഒരുപക്ഷെ വാക്കിലൂടെയോ ഒരുപക്ഷെ ജീവിത ശൈലിയിലൂടെയോ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കറകളും ഇന്ന് ശുദ്ധീകരിക്കാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ നിങ്ങളോട് ഈ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു കാത്തലിക് കുടുംബത്തിനകത്തുനിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാ. ദൈവം ആരെന്നറിയാതെ, ദൈവം എന്തെന്നറിയാതെ അവന്റെ സാക്ഷി ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. 10 മക്കളിൽ 10ാമത്തവനായി ജനിച്ചു. എഴുതാനോ വായിക്കാനോ വിദ്യാഭ്യാസമില്ലാതെ ജീവിതത്തിൽ ഞാനിങ്ങനെ പറയും, എൻ്റെ 24ാമത്തെ വയസ്സുവരെ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് കണക്കില്ല.
കാരണം ഞാനപ്പം നിങ്ങൾ വിചാരിക്കും 24 വയസ്സ് വരെ ഇവൻ എന്ത് പാവുക ചെയ്തേ. ഞാൻ 9ാമത്തെ വയസ്സ് മുടങ്ങി ഞാൻ മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങിയതാ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, 9ാമത്തെ വയസ്സ് തൊട്ട് ഒരു മനുഷ്യൻ മീൻ പിടിക്കാൻ പോകാൻ തുടങ്ങിയാൽ, ഒരു മത്സ്യത്തൊഴിൽ ഒരു ബന്ധനത്തിന് പോയാൽ അവൻ്റെ കയ്യിൽ എനിക്ക് ആദ്യം ബീഡി കത്തിച്ച്, എനിക്ക് സിഗരറ്റ് കത്തിച്ച് വായി വെച്ച് എനിക്ക് തരുന്നത് എൻ്റെ സ്വന്തം ചേട്ടനാ. കാരണം ഈ മീൻ പിടിക്കാൻ പോയി ഈ രാത്രി ഇടിവെട്ടും മഴക്കും ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. നടുക്കടലിൽ വിറച്ചുകൊണ്ടിരുന്നപ്പോ ചേട്ടൻ പറഞ്ഞടാ തണുപ്പുണ്ടല്ലേ, ഒരു ബീഡി കത്തിച്ചിട്ട് എൻ്റെ ചുണ്ടത്ത് വെച്ചിട്ട് പറഞ്ഞു ഇതങ്ങ് വലിച്ചോ, തണുപ്പ് മാറും. അന്ന് എനിക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പൊ 10ാമത്തെ വയസ്സിൽ തുടങ്ങിയതായി ഈ പരിപാടി. പിന്നെ നാട് വിട്ടു. ഏതെല്ലാം മേഖലകൾ 24 വയസ്സിനകത്ത് തകരേണ്ട എല്ലാ മേഖലയും തകർന്നു. ആമേൻ. പണ്ടൊരിക്കൽ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആമേൻ, സ്വന്തം പിതാവ് പോലും എല്ലാ ദിവസവും മെഴുകുതിരി കത്തിക്കും ഇവൻ ഏതെങ്കിലും വണ്ടിയുടെ അടി പോയി ചത്തിരുന്നെങ്കിൽ. എന്നാലേ യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ നീ ചെയ്ത പാപമൊക്കെ ഒന്ന് ഏറ്റുപറ, പരസ്യമായിട്ട് വേണ്ട, രഹസ്യമായിട്ട് മതി. ഞാന് മുട്ടുമ്പേ നിന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ പാവം എല്ലാം ഏറ്റു പറഞ്ഞിട്ട് പാസ്റ്റർ ഒടുവിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ലാസ്റ്റ് നീ ഇങ്ങനെ പറയണം, യേശുവേ എൻ്റെ ദൈവദാസൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുക, യേശുവേ അങ്ങയുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒഴുകിയ ആ ചുടു ചോര എൻ്റെ തലയിലേക്ക് ഒഴുക്കണേ, എൻ്റെ കറ ഒന്ന് കഴുകണേ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ കേൾക്കണോ, ഞാൻ മുട്ടേ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആടിച്ച് ഞാൻ താഴെ വീണു. ഞാൻ അവർ കിടന്ന് എഴയാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. ഒറ്റ വാക്ക്, തമ്പുരാനെ അങ്ങയുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒഴിയ ചുടുചോര എൻ്റെ ശിരസിൽ വീഴണമേ. അന്ന് എനിക്ക് മനസ്സിലായി യേശുവിൻ്റെ രക്തത്തിന്റെ ശക്തി എന്തെന്ന്. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിങ്ങൾ ഇരിക്കുന്നതിന്റെ അടുത്ത് ഈ രക്തം ചലിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇരിക്കുന്നിടത്ത് എങ്ങനെയാ രക്തം ചലിക്കുന്നത്? അതിനൊരു വാക്യം തരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാം വാക്യം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നിടത്ത് പുണ്യക രക്തമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്ത് ഇപ്പോൾ രക്തം ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ഞാൻ ദൂത പറയുന്നു, ഈ രക്തം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചലിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ അധിപതികൾ, പൈശാചിക മണ്ഡലങ്ങൾ അല്ല എന്തിന് ഭയപ്പെടുന്നു, അത് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിനെ ക്യാൻസൽ ചെയ്യാൻ പോകുക. ആ രക്തത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, നാളുകളായി നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചില രോഗമണ്ഡലങ്ങൾ, ചില രോഗശക്തികൾ ഇന്ന് നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു. ഉടവന റഗൽ ഘടകന സബൽ ഘടകന ക്ഷീണങ്ങൾ യേശുവിൻ നാമത്തിൽ നിങ്ങളെ വിട്ട് മാറട്ടെ. ആത്മാവിൽ ഞാൻ അടുത്ത ദൂതിലേക്ക് പറയുകയാണ്. ഒന്ന്, അവൻ എഴുത്തുകാരൻ തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബ് ഭക്തൻ. 2, അവൻ ദൈവം സാക്ഷ്യം പറഞ്ഞു, ഇയ്യോബ് ഭക്തൻ. നമ്പർ 3, സാത്താൻ സാക്ഷ്യം പറയുന്നു, അവൻ ഭക്തനല്ലേ. അത് ഞാൻ വിവരിക്കുന്നില്ല, പറഞ്ഞു വിടാം. ഒരിക്കലേ നമ്മുടെ യേശു അപ്പച്ചൻ പബ്ലിക് ശുശ്രൂഷ വേളയിൽ പിശാചിനെ നോക്കി വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ദാ വരുന്നു ലോകത്തിന്റെ പ്രഭു, നിന്റെതൊന്നും എന്റെ പക്കലില്ലടാ, നിന്റെതൊന്നും എന്റെ പക്കലില്ല. ഒരിക്കൽ അതേ കർത്താവ് പരസ്യമായി വെല്ലുവിളിച്ചു പറഞ്ഞു, ആർ എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പിശാചിനോടും പാപത്തോടും വെല്ലുവിളിച്ച ഒരപ്പനെയ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. 4ാമത്തെ സാക്ഷ്യം നമുക്കെടുക്കാം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 2 അതിന്റെ 9-ാമത്തെ വാക്യം. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഞാന്
നിങ്ങൾ ആരും, സഹോദരിമാരാരും എന്നോട് വഴക്കുണ്ടാക്കരുത്. ഈ എത്ര വലിയ റെസ്ലിംഗുകാരനാണെങ്കിലും ലോകം മുഴുവൻ വിറപ്പിക്കുന്നവനാണെങ്കിലും വീട്ടിൽ വന്നാൽ ഇച്ചിരി പേടിയുണ്ട്. ആരെയാണെന്നറിയോ? ഈ ഭാര്യമാരെ. സ്തോത്രം. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് BP ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്. അതല്ല, ഭാര്യയെ പേടിയുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, ഇല്ലാതില്ലല്ലോ. കാരണം സ്തോത്രം, നമുക്ക് ഈ പുറത്തിറങ്ങി തൻ്റെ ഇടമൊക്കെ കാണിക്കാം, അത് 5 മിനിറ്റ് മതി. ഈ വീട്ടിൽ വന്നാൽ ഇവിടെ 5 മിനിറ്റ് കാണിക്കാനൊക്കത്തില്ല. ജീവിതകാലം മുഴുവൻ കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ഭയപ്പെട്ടേ പറ്റൂ. അപ്പം ഞങ്ങൾ ഈ ഞാൻ ചർച്ചിൽ എൻ്റെ വൈഫ് അപ്പുറത്തെ മുറിയിരുന്ന് പ്രാർത്ഥിക്കുക. അവൾ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്തോത്രം. അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, ശല്യപ്പെടുത്തുന്നില്ല. അപ്പം ഞാൻ ഈ ചർച്ചിനകത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനമെല്ലാം ഈ ആരാധിക്കുമ്പോഴൊക്കെ ഞാൻ ഇടക്കിടക്ക് ഇവളെ നോക്കും. ഇവിടെ പ്രതികരണം എന്താണ്? പുള്ളിക്കാരത്ത് ഈ സന്തോഷമാണെങ്കിൽ എനിക്കറിയാം, മീറ്റിംഗ് ഏറ്റു. പുള്ളിക്കാരത്ത് തലയും കുമ്പിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് കൃത്യമായിട്ടറിയാം ഇന്ന് മീറ്റിംഗ് കഴിയുമ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടും. ആമേൻ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ അറിയാതെ ചർച്ചിൽ പബ്ലിക്കിൽ വഴക്ക് പറയുകയോ ചിന്ത ചെയ്താൽ പെട്ടെന്ന് ഇവിടെ മുഖം താഴ്ത്തോട്ട് പോകുന്ന കാണാം. അപ്പൊ തന്നെ എനിക്കറിയാം വണ്ടിക്കകത്തോട്ട് കയറുമ്പോൾ അടുത്ത പണി വരുന്നുണ്ട്. ആ വണ്ടിക്കകത്തോട്ട് കയറി കുറച്ചു നേരം മിണ്ടാതിരിക്കും. കഴിയുമെന്നോട് ചോദിക്കും, എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്തിനാ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ കുത്തിയത്? അത് അവർക്കിട്ട് വെട്ടിയതല്ലേ? ഇങ്ങനെ എടി ഞാൻ അങ്ങനെയല്ല. അല്ല, നിങ്ങൾ അങ്ങനെയാ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ഈ എല്ലാവരുടെയും മുമ്പിൽ ഷോ കാണിച്ചെന്ന് പറഞ്ഞാലും ഷോ കാണിക്കാൻ പറ്റാത്തൊരു കൂട്ടമെന്ന് വേണം നമ്മുടെ ഭാര്യമാരെടുത്ത. ഒരു ഷോയും നമുക്ക് അവിടെ മുമ്പിൽ കാണിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ പറയാം, സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഓറൽ റോബർട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എൻ്റെ പൊന്നച്ചാ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നത് വേറെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. സ്തോത്രം. അത് ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. അതിനകത്ത് ഭയങ്കര മർമ്മമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഒരിക്കലേ ഈ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലീശ പ്രവാചകനിടയ്ക്ക് ചെന്നിട്ട് പറയുക, അയ്യോ പ്രവാചകനെ, അങ്ങയുടെ ദാസൻ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഓ, എന്തൊരു നല്ല വാക്യമാ. മരിച്ച് തൻ്റെ തലക്ക് മീതെ ഇരിക്കുക ഭർത്താവ്. മരിച്ചു മൺമറഞ്ഞു. പക്ഷെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുക, അങ്ങയുടെ ദാസനുണ്ടല്ലോ, എൻ്റെ ഭർത്താവുണ്ടല്ലോ, അവൻ യഹോവ ഭക്തനായിരുന്നു. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ, നിങ്ങളിത് റെക്കോർഡ് ചെയ്തൊന്നും കൊണ്ട് ഇടരുത് കേട്ടോ. നാടൻ ഭാഷ പറഞ്ഞാൽ ഈ ഭാര്യ പറയേണ്ടത്, അങ്ങയുടെ ദാസനുണ്ടല്ലോ, ആ കാലമാടൻ എന്നാ പറയണ്ടേ. എന്നാ കാര്യം എന്നറിയോ? കടം പരുത്തിയിട്ട് ഇയാൾ ചത്തുപോയേക്കണേ. കുടുംബത്തിനകത്ത് ഉള്ള കടമൊക്കെ മേടിച്ച് ഇപ്പോ വീട്ടുകാരും നാട്ടുകാരും കിടക്കമില്ലാതെ മക്കളെ വരെ കടക്കാർ പിടിച്ചോണ്ട് പോകുന്ന ഗതികേടി നിൽക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതാരാ കടം വരുത്തിയ? ഈ പുള്ളിക്കാരത്തിയാണോ കടം മേടിച്ചേ? ഈ പുള്ളിക്കാരത്തിയാണോ കടം വരുത്തിയേ? ഈ അച്ചായം നടന്ന നാട് മുഴുവൻ കടം മേടിച്ച് ഇപ്പൊ കടക്കണിയിലായി, നിക്കക്കള്ളിയില്ലാതെ ഈ മനുഷ്യൻ ചത്തും പോയി. ഒന്ന് നോക്കിക്കേ, ഉള്ള കടബാധ്യത മുഴുവൻ ഈ ആന്റിയുടെ മക്കളുടെ തല കൊണ്ടുപോയി വെച്ച് പുള്ളി ഇവിടുന്ന് പോവുകയും ചെയ്തു. പുള്ളിക്കാരത്തി പറയേണ്ടത് ഇന്നാളെന്നാ. പക്ഷേ പുള്ളിക്കാരത്തി എന്നിട്ട് ഭക്തന് അവൻ പ്രവാചകനോട് പറയുക, ആ മനുഷ്യൻ ഭക്തനായിരുന്നു. ചരിത്രം പറയുന്നത്, ദൈവമക്കളെ, വേദപഠിതാക്കൾ പറയുന്നത്, ഈ മനുഷ്യൻ ഇത്രയും ഞെരുക്കം വരാൻ കാര്യം എന്താണെന്നറിയോ? ആ കാലത്ത് പ്രവാചകന്മാർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ ഭീഷണിയുമായി ആമൻ അതുല്യ എന്ന് പറയുന്ന ഒരു ശക്തിയും, ആമൻ അതുപോലെ ആമൻ ഒരു വലിയ ഭരണകൂടം ദൈവദാസന്മാരെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പ്രവാചകന്മാരെ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് ഈ ദൈവ മനുഷ്യൻ അവരെ പോറ്റി. അതിൻ്റെ ചരിത്രം, ആ പ്രവാചകനാ ഈ മനുഷ്യൻ എന്ന് വെച്ചാൽ
അനേക ദൈവദാസന്മാരെ കൊന്നുകൊണ്ടിരുന്ന അതുല്യയുടെ കാലഘട്ടത്തിൽ അവരുടെ നടുവിൽ നിന്നും അവരെ സേവ് ചെയ്ത് അവർക്ക് വെച്ചു വിളമ്പി അവരെ പോഷിപ്പിച്ചൊരു പ്രവാചകനായി മനുഷ്യൻ. അല്ലാതെ അവൻ വട്ടിപ്പലിശക്ക് ഇയാൾ ഷെയർ മാർക്കറ്റിംഗ് നടത്തി പൊട്ടിയതല്ല. ദൈവരാജ്യത്തിനു വേണ്ടി ചെലവഴിച്ചൊരു ദൈവ കുടുംബം. ഇന്ന് പകൽ ഒരു ദൂതുടി പറയാം. ദൈവത്തിനും ദൈവനാമത്തിനും വേണ്ടി നീ കൊടുത്ത് ഇന്നെവിടെയെങ്കിലും നിനക്കൊരു സാമ്പത്തിക മൂല്യച്യുതി വന്നിട്ടുണ്ടെങ്കിൽ ആരോടാണെങ്കിലും ഇന്ന് ദൂത് പറയുക, അവൻ ആർക്കും കടക്കാരനല്ല. നീ കൊടുത്തതിന്റെ 1000 മടങ്ങ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറക്കും തിരിച്ചു തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവിക അരുളപ്പാടാണ്. പരിശുദ്ധാത്മാവ് ആ ദൂത് ഇന്ന് പകൽ കൈമാറുന്നു. അടുത്ത 4-ാമത്തെ കാര്യം ഭാര്യ പറയുന്നു, സഹോദര, നിന്റെ ഭക്തി മുറുകെ പിടിക്കാതെ പോയി ദൈവത്തെ ത്യജിച്ചു പറ, എന്നിട്ട് കെട്ടിത്തൂങ്ങി ചാക്. ഒരു കാര്യം ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമായത്, ഇപ്പോൾ നിങ്ങളോട് പറയും, അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇത്രയും ഭക്തനായ ഈ മനുഷ്യന്റെ ഭാര്യയെ എന്തുകൊണ്ടാ ഇങ്ങനൊരു വിശ്വാസം തന്നെ സ്വാധീനിക്കാഞ്ഞത്? ഇത്രയും ഭക്തനായ യാഗം കഴിക്കുന്ന കുറ്റമില്ലാത്തൊരു മനുഷ്യന്റെ കൂടെ താമസിച്ച ഈ ഭാര്യ ഒരു പ്രതിസന്ധി വന്നപ്പോ തള്ളിക്കള എന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ തോന്നി? അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു ഭക്തന്റെ കൂടെ താമസിച്ചാലും വ്യക്തിപരമായി നമുക്ക് ദൈവമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ യോബിന്റെ ഭാര്യയുടെ ഗതി നമുക്കും വരും. ഇതെന്ന് പറഞ്ഞേക്കണം. ഞാൻ റെയ്നാഡ് പോങ്കയുടെ കൂടെയാ താമസിച്ചേ, ഞാൻ ബെന്നിക്കിന്റെ വീട്ടിലാ താമസിച്ചേ, ഞാൻ കെന്നത്ത് ഗേയുടെ വീട്ടിലാ താമസിച്ചേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് ദൈവമായിട്ട് വ്യക്തിപരമായി ബന്ധമില്ലാത്തിടത്തോളം യോബിന്റെ ഭാര്യയുടെ ഗതികേട് നമുക്ക് വരും ദൈവമക്കളെ. അതുകൊണ്ട് അച്ചായം പ്രാർത്ഥിക്കുന്നുണ്ട്, ആന്റി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകട്ടെ. അതിനാണ് ഇവിടത്തെ ഇത് വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇത്രയും മനുഷ്യന്റെ ഭാര്യ ഒറ്റ സുപ്രഭാതത്തിൽ പോയി ചത്തുകള്. പിന്നെ എനിക്ക് സമാധാനം തന്നൊരു കാര്യമുണ്ട് തോമസങ്ങളെ. ഈ മനുഷ്യന് ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും ഈ സാധനത്തെ കൊണ്ടുപോയി വീട്ടിലൊന്നും ആക്കിയില്ല. അതൊരു ഭയങ്കര കാര്യമാണ്. അതിനെ ഓർക്കുമ്പോൾ സന്തോഷം. നമ്മളായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഓഫറേജ് കൊണ്ടുപോയി ആക്കിയേനെ. പക്ഷേ കൊണ്ടുപോയി ആക്കിയില്ല. ഇതിനെ കൂടെ തന്നെ നിർത്തി. സ്തോത്രം. ഈ ഉടമ്പടി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. ഉടമ്പടിയൊക്കെ തമ്പുരാൻ കൂടെ നിർത്തി കുറവൊക്കെ അവൻ പരിഹരിച്ചു. ഞാനൊരിക്കൽ ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ 1000 മടങ്ങ് തിരിച്ചു കൊടുത്തെന്നാ പറയുന്നത്. എല്ലാം നല്ല മക്കളെ കൊടുത്തു, നല്ല വീട് കൊടുത്തു, ഒട്ടകം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ ഭാര്യ മാത്രം കൊടുത്തില്ല. അത് മറ്റേ പഴയ ഭാര്യ തന്നെയാ. ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും സന്തോഷിക്കുമോ, അങ്ങനെ എല്ലാം മടക്കി കൊടുത്ത കൂട്ടത്തിൽ ഒരു പുതിയ ഭാര്യയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല, തരത്തില്ല ദൈവം. ഇതിനെയും കൊണ്ട് തന്നെ ശിഷ്ടായുസ് കഴിച്ചേക്കണം. ദൈവത്തിന്റെ കൃപ ചോദിച്ചു മേടിച്ചോ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അവൻ ഇവിടെ പറയുകയാണ് അവരെയും കൊണ്ട്. ഇനി 5-ാമത്തെ സാക്ഷ്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. 4:6. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ, നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലോ. ദൈവമക്കളെ, 5-ാമത്തെ സാക്ഷ്യം യോബിനെ കുറിച്ച് പറഞ്ഞത് തൻ്റെ സ്നേഹിതന്മാരാ, അല്ലേ? ആമേൻ. യോബിനെ ആശ്വസിപ്പിക്കാൻ 5 സ്നേഹിതന്മാർ വന്നു. നിങ്ങൾ അറിയാവുന്നുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ 5 സ്നേഹിതന്മാരിൽ അവര് പറയുക, യോബേ, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലോ. അങ്ങനെയാണെങ്കിൽ ആശ്വസിപ്പിക്കാൻ വന്ന, കൂടെ ഇരിക്കാൻ വന്ന സ്നേഹിതന്മാര് പറയുക, യോബേ, നീ ഭക്തനാ കേട്ടോ, നീ ഭക്തനാ. എവിടെ തുടങ്ങി? എഴുത്തുകാരൻ സാക്ഷ്യം പറഞ്ഞു, ദൈവം സാക്ഷ്യം പറഞ്ഞു,
സാത്താൻ സാക്ഷ്യം പറഞ്ഞു, ഭാര്യ സാക്ഷ്യം പറഞ്ഞു, ആശ്വസിപ്പിക്കാൻ വന്ന ആമേൻ സ്നേഹിതന്മാർ തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇതാണ്, അവൻ ഭക്തനാണ്. ഇനി ഒരു 5 കാര്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് അവന്റെ ശ്രേഷ്ഠത, ഇയ്യോബിന്റെ ശ്രേഷ്ഠത ഒന്ന് പറയാം. ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. 1, ഇയ്യോബിന്റെ 1:1 അവൻ കുറ്റമില്ലാത്തവനാ. 2, അവിടെ അങ്ങനെയാ വായിക്കുന്നേ, 1:1 അവൻ കുറ്റമില്ലാത്തവൻ. ഇനി ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും മൃഗസമ്പത്തും ഏറ്റവും വളരെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ ദിക്സ്വസികളിലും മഹാസമ്പന്നനായിരുന്നു. എന്ന് വെച്ചാലേ യോബ് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല, മില്യനറാണ്. കോടീശൻ എന്ന് പറയാൻ ഒക്കത്തില്ല. ഈ 3-ാം വാക്യം വായിച്ചാൽ മതി. കുറ്റമില്ലാത്തവനാ, ബഹുസമ്പന്നൻ. ഇനി 1:5 വായിച്ചേ. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ് പക്ഷെ തന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ച് ഹൃദയം കൊണ്ട് ത്യജിച്ചു പറഞ്ഞു കാണും എന്ന് വിചാരിച്ച് അവരെ ആളയച്ചു വരുത്തി ശുദ്ധീകരിച്ച് നന്ന രാവിലെ എഴുന്നേറ്റ് അവിടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗം കഴിച്ചു. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു. പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. പ്രാർത്ഥന മനുഷ്യൻ, കുറ്റമില്ലാത്തവൻ, ബഹുസമ്പന്നൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഇനി യോബ് 29:7 മുതൽ 11 വരെ താൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് ചെന്ന് പടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് ഇരുന്ന് എൻ്റെ ഇരിപ്പിടം അവിടെ വെക്കും. എന്ന് വെച്ചാൽ പട്ടണത്തിന്റെ നടുവിൽ തനിക്ക് പ്രധാന ഒരു കസേര ഉണ്ടായിരുന്നു. ഞാന് യോബിനെ കുറിച്ച് വായിച്ച സമയത്ത് എൻ്റെ അന്തർഭാഗം കത്തിയ ഒരു കാര്യം പറയാം. നമ്മളെല്ലാം കാല് കഴുകുന്നത് പച്ചവെള്ളം കൊണ്ടാണ്, പക്ഷെ യോബ് കാല് കഴുകുന്നത് വെണ്ണ കൊണ്ടാണ്. വെണ്ണയിലല്ലോ അവന്റെ കാല് മുക്കിയെന്ന് വേദപുസ്തകത്തിലുണ്ട്. അവന്റെ കാല് കഴുകിക്കൊണ്ടിരുന്ന വെണ്ണ കൊണ്ടാണ്. അവന്റെ കൈ മുഴുവൻ സുഗന്ധം. ഇനി യോബ് ഒരു പട്ടണത്തിലോട്ട് ചെല്ലുമ്പോ അവിടുത്തെ യൗവനക്കാരെല്ലാം എഴുന്നേറ്റ് നിന്ന് വാപൊത്തി പിടിക്കും. കാരണം യോബിന്റെ മുമ്പിൽ ഒരു വാക്ക് പറയാൻ ആർക്കും വോയിസ് ഇല്ല. അത്ര വലിയ മനുഷ്യൻ. ഈ മനുഷ്യനെ പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു. എന്താണെന്നറിയാമോ? തമ്പുരാൻ അനുവദിച്ചിട്ട് ഒരു കൊടുങ്കാറ്റ്. ഞാൻ എന്തിനാ ഇത്രയും തിരത്തിയെന്നറിയോ? ഇത്രയും ശക്തനും ഇത്രയും ഭക്തനുമായ ഈ മനുഷ്യനെതിരെ ഒരു കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൽ 10 ഡെഡ് ബോഡി ഈ മനുഷ്യന്റെ മുമ്പിൽ നിരത്തി വെച്ചു. 10 ശവശരീരങ്ങൾ. എന്തിനാണ് ഇതിന്റെ പുറകിലെ അജണ്ട? അത് പറയാം. ഈ ഭാര്യ പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരു ഭാര്യ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, ആമേൻ, നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്നോട് കർത്താവ് പറയുക, ഈ ഭാര്യ പറയുന്ന ഒരു വാക്യമുണ്ട്, നീ മരിക്കാൻ. അപ്പോൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇവന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇവനെ മാനസികമായി ഡിപ്രഷൻ അടിപ്പിക്കണം. ഈ യോബിനെ മാനസിക ഡിപ്രഷൻ ഇട്ട് ഇവനെ സ്വയം മരണത്തിലേക്ക് വലിച്ചിഴച്ചു വിടണം. ഇത് പിശാചിന്റെ ഒരു അജണ്ടയാ. ഇന്ന് പകൽ ഈ മെസ്സേജ് പറയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സകല അജണ്ടകളും ഇന്ന് ദൈവം പൊളിച്ചു മാറ്റും. അവൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നിന്നെ ഫോക്കസ് ചെയ്ത്, നിന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നിനക്കെതിരെ കൊണ്ടുവരുന്ന പിശാചിന്റെ അജണ്ടകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊളിയുന്നു. ദൈവമൈതലേ, ഏത് കൊടുങ്കാറ്റ് വന്നാലും നിന്നെ മനസ്സുലയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മനസ്സ് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. 10 ശവശരീരങ്ങൾ നിരത്തിക്കിടത്തി. നിങ്ങൾക്കറിയണോ, ആ സമയത്തും ഭാര്യ പറയുന്നുണ്ട്, ത്യജിച്ചു പറ. പക്ഷെ യോബ്
ആ 10 ശവശരീരത്തെ നോക്കി കരമുയർത്തി ഇങ്ങനെ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇല്ല, പിശാച് എന്നിട്ടും വിട്ടില്ല. പിന്നെയും ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ നിമിഷ നേരം കൊണ്ട് തനിക്ക് വിരോധമായി. അറിയാതെ തന്റെ ജന്മദിവസത്തെ അറിയാതെ ശപിച്ചു. ഉടനെ അവിടെയും ഇയ്യോബ് തിരുത്തുന്നു. ഇയ്യോബ് പറയുന്നു, ഇല്ല, ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. അന്യ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. എന്നെ അവൻ വീണ്ടും ജീവിപ്പിക്കും എന്ന് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, ഇയ്യോബിന്റെ പുസ്തകം പഠിച്ചാലുണ്ടല്ലോ, നമ്മൾ നിന്ന് കത്തും. അതുപോലെ ഒരു മനുഷ്യനാ ഇയ്യോബ് എന്ന് പറയുന്നത്. എല്ലാം താറുമാറായി. നിങ്ങൾക്കറിയാമോ, എനിക്കും നിങ്ങൾക്കുമെതിരെ ഒരു പ്രതിസന്ധി വന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇയ്യോബിനെതിരെ വന്ന പ്രതിസന്ധി ഞാൻ ഇന്ന് വിവരിച്ചാൽ ഒറ്റ വാക്കി പറയാം, ഒറ്റ ദിവസം കൊണ്ടാണ് തനിക്കെതിരെ പിശാച് ആഞ്ഞടിച്ചത്. വേണേ ഇത് കഴിയുമ്പോൾ പ്ലീസ് ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് വായിക്കണം കേട്ടോ. ഒരിക്കൽ ഇവിടെ വായിക്കുന്നു, ഇയ്യോബ് നിൽക്കുമ്പോൾ ഒരുത്തൻ ഓടി വരുന്നു. ഓടി വന്നിട്ട് പറയാ, യജമാനനെ, നിന്റെ ആടുകളെ പൂട്ടിക്കൊണ്ട് നിന്നപ്പോ സേവയാർ വന്നു, പിടിച്ചോണ്ട് പോയി. ഒരുത്തൻ രക്ഷപ്പെട്ടു വന്നിരിക്കുക, ബാഡ് ന്യൂസ് പറയാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേറൊരുത്തൻ വരുന്നു, യജമാനനെ എന്നെ പറ്റിയടാ, ഒട്ടകമെല്ലാം കൽദയർ കൊണ്ടുപോയി. ഒരുത്തൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേറൊരുത്തൻ വന്നിട്ട് പറയുക, യജമാനനെ, നിന്റെ വീട് ഇതാ എല്ലാം കൊടുങ്കാറ്റിൽ പോയി. ഞാൻ ഒരുത്തൻ. നാലാമത് വേറൊരുത്തൻ ഓടി വരുന്നു, യജമാനനെ എന്നാ പറ്റിയടാ, നിന്റെ മക്കൾ തിന്നും കുടിച്ചു നിൽക്കുമ്പോ ദാണ്ട് ഒരു കൊടുങ്കാറ്റ് വന്ന് അതിനെ നഷ്ടമാക്കി, എല്ലാം ചത്തുപോയി. ഒരുത്തൻ വന്ന് പറഞ്ഞു, ദൈവത്തിന്റെ തീ വീണു. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഈ വന്ന് പറഞ്ഞ എല്ലാ മെസ്സേജും ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുത്തം വന്നിട്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തീ വീണ് ആടുമാടെല്ലാം കത്തിച്ചാമ്പലായി. അവൻ കൂട്ടിച്ചേർത്തൊരു കാര്യം എന്താണെന്നറിയോ, ദൈവത്തിന്റെ തീ. അഴച്ചതാരാ? പിശാച്. പറഞ്ഞ എന്തെന്നാ? ദൈവത്തിന്റെ. ഈ നമുക്കെതിരെ വരുന്ന ചില പ്രതിസന്ധികൾ ദൈവമാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പിശാചുണ്ട്. അതിനെ ശാസിച്ച മതി ദൈവമൈതലേ, അത് വിട്ടുപോകും. അല്ല, ദൈവം അനുവദിച്ചതാണെങ്കിൽ ഒറ്റ ദൂത് പറയാം, കൊടുങ്കാറ്റുകൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. 2-ാം അധ്യായത്തിൽ ഒരു കൊടുങ്കാറ്റാണ് നിനക്കെതിരെ അടിച്ചെങ്കിൽ 49 തീരുന്നതിന് മുൻപ് ഒരു ചുഴലിക്കാറ്റിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊണ്ടുവന്ന് തരും. ഇത് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടാണ്. ഞാനിങ്ങനെ പറയുന്നു, ഒരു 1-ാം അധ്യായത്തിൽ ഒരു കൊടുങ്കാറ്റടിച്ച് നഷ്ടമാക്കിയത് 38:1. നിങ്ങൾ വേണേ എടുത്തു നോക്കിക്കോ. 38:1 ഒരു ചുഴലിക്കാറ്റടിച്ചു. ആ ചുഴലിക്കാറ്റിൽ നഷ്ടപ്പെട്ടത് ദൈവം മടക്കി കൊണ്ടുവന്നു. ഒരു കൊടുങ്കാറ്റ് കൊണ്ട് ദൈവഭക്തന്മാരുടെ ജീവിതം അവസാനിക്കത്തില്ല. ഒരു കൊടുങ്കാറ്റ് കൊണ്ട് ദൈവദാസിയെ, അഭിഷിക്തന്മാരെ, മാതാവേ, പിതാവേ, നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഒരു കൊടുങ്കാറ്റടിച്ച് തീരുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു കൊടുങ്കാറ്റിന്റെ പുറകിൽ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട്. നഷ്ടമായെന്ന് പറയുന്നത് മുഴുവൻ കറക്കിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തരാൻ യഹോവയുടെ ചുഴലിക്കാറ്റ് ഇതാ നിനക്ക് വേണ്ടി അടിക്കാൻ പോകുന്നു. പക്ഷേ ഈ പുസ്തകം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ സമയമായി. അതിനു മുമ്പ് ഒരു ദൂത് പറയാം. ഈ 38 ദൈവം ഇറങ്ങി വന്ന് ഇയ്യോബിനോട് ഒരു ചോദ്യം, എനിക്ക് തോന്നുന്നൊരു ഒരുപാട് ചോദ്യം ചോദിച്ചു. അതിനകത്ത് ഒത്തിരി ചോദ്യം ചോദിച്ചു. 84 ചോദ്യമുണ്ട് കേട്ടോ. 38-ാം അധ്യായം 38, 39, 40, 41 84 ചോദ്യം ദൈവം ഇയ്യോബിനോട് ചോദിച്ചു. എന്നാന്നറിയോ? തൻ്റെ ജന്മദിവസത്തെ ശപിച്ചപ്പോ 38 ഇറങ്ങി വന്നിട്ട് ദൈവം ചോദിച്ചു, അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്ന ഇവൻ ആരാ? എന്ന് വെച്ചാലേ, ഈ വന്ന സ്നേഹിതന്മാരെല്ലാം യോബിനെതിരെ കുറ്റാരോപണം നടത്തിയപ്പോ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വായടക്ക്.
അറിവ് കൂടാതെ ഇതിനെ സംസാരിക്കാൻ നിനക്കാർ അധികാരം തന്നു? എടാ, എന്റെ ദാസനെതിരെ അടിച്ച കൊടുങ്കാറ്റിന്റെ പുറകിൽ എനിക്കൊരു ആലോചനയുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട് അടിച്ചതാ. എന്റെ ഇഷ്ടപ്രകാരം അടിച്ച കൊടുങ്കാറ്റാ. അതിനെതിരെ അതിന്റെ ആഴമറിയാതെ, അതിന്റെ ആലോചന അറിയാതെ നീ ഒരു വാക്ക് മിണ്ടിയാക്കരുത്. എന്നിട്ട് അറിയാതെ ജന്മദിവസത്തെ ശപിച്ച് യോബിന്റെ നേരെ ദൈവം വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, യോബേ, ഒരു 84 ചോദ്യം ഞാൻ നേടി ചോദിക്കുക, നീ ഉത്തരം പറ. ഓരോ ചോദ്യം. തിമിംഗലത്തെ ഉണ്ടാക്കിയവനാര്? അതിന് 38-ന് 41 എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. കാക്ക കുഞ്ഞുങ്ങൾ എരുകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അത് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്നവൻ നീയാണോ? പറയുമോ, നീയാണോ? യോബ് വായടച്ചു. 84 ചോദ്യത്തിന് മുമ്പിൽ യോബ് ഉത്തരം മുട്ടി. ദൈവമക്കളെ, നിങ്ങളെ ചിലത് അനുവദിച്ചെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുമെന്നുള്ള കൃപ ദൈവത്തിന് തന്നിട്ടാ ദൈവം അനുവദിച്ചേ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ. നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഉറപ്പും അറിയാവുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ മീതെ നിങ്ങൾക്കൊരു പരീക്ഷണം ദൈവം തരില്ല ദൈവമക്കളെ. കാരണം പത്രോസിനോട് തമ്പുരാൻ പറയുക, എടാ മോനെ പത്രോസേ, ഈ 2 ദിവസം മുമ്പേ ഒരാള് വന്നിട്ട് എന്നോട് നിന്നെ ഒന്ന് തരുമോന്ന് ചോദിച്ചു. എന്തിനാ കർത്താവേ? ഗോതമ്പ് പോലെ പാറ്റാൻ. ഈ 2 ദിവസം മുമ്പ് നിന്നെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്ന് പാറ്റാൻ തരുമോ പത്രോസിനെ? ഇപ്പൊ കർത്താവ് പറഞ്ഞു, തരില്ല ഞാൻ. അവന്റെ വിശ്വാസം പോകാതിരിക്കാൻ അവനെ വിട്ടുകൊടുത്തില്ല. പക്ഷെ യോബിനെ ചോദിച്ചപ്പോ യോബിനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തു ദൈവം. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ പത്രോസിനെ കൊടുക്കാഞ്ഞേ? അന്നത്തെ പത്രോസിന്റെ വിശ്വാസം ദൈവത്തിന് അറിയാമായിരുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ യോബിനെ എറിഞ്ഞിട്ട് കൊടുത്തപ്പോ യോബിനെ കുറിച്ച് ദൈവത്തിന് ഉറപ്പായിരുന്നു. തല മുതൽ ചെറുവരൽ വരെ, ഉള്ളങ്കാട് വരെ പരുവന്നാലും അവൻ എന്നെ ത്യജിച്ചു പറയത്തില്ലെന്നറിയായിരുന്നു. നിങ്ങൾക്ക് സഹിക്കുന്നതിൻ്റെ മീതെ ഒന്ന് ദൈവം തരത്തില്ല. അതുകൊണ്ട് കൊടുങ്കാറ്റിൽ അവസാനിക്കത്തില്ല, ദൈവമെല്ലാം തിരിച്ചു തരും. അവസാനം 5 അനുഗ്രഹം ദൈവം യോബിന് കൊടുത്തു. ആ 5 എണ്ണം ഒറ്റ സെക്കൻഡ് കൊണ്ട് പറയാം. നോട്ട് ചെയ്താൽ മതി, കുറിച്ചു വെച്ചാൽ മതി. യോബ് 42:5. ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ ഞാൻ നിന്നെ കണ്ടു. ഒരു കൊടുങ്കാറ്റടിച്ച് ഒരു കഷ്ടതയുടെ നേർച്ചൂളെ കടന്നുപോയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആ ദൈവത്തെ യോബ് നേരിൽ കണ്ടു. പ്രതിസന്ധി കഴിഞ്ഞപ്പോൾ യോബ് 42:8. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനെ യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ ഹോമയാഗം കഴിപ്പിൻ. ആശ്വസിപ്പിക്കാൻ വന്ന, കളിയാക്കിയ, ചോദ്യം ചെയ്ത സഹോദരന്മാർക്ക് വേണ്ടി ഇപ്പോൾ യോബ് പ്രാർത്ഥിക്കുന്നു. 3 അവൻ 42:9. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. 3 അവന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. 42:10 അവന്റെ സ്ഥിതി ദൈവം മാറ്റി. 42:10-11 നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ദൈവം നൽകിക്കൊടുത്തു. ഞാൻ ഈ കൊടുത്ത 5 അനുഗ്രഹത്തെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. യോബിന് കൊടുത്ത 5 അനുഗ്രഹത്തെ 3 ഭാഗമായി തിരിച്ചു. ഒന്ന് പറയാം. ആദ്യത്തെ 2 അനുഗ്രഹം ആത്മീയ അനുഗ്രഹം, പ്രാർത്ഥിക്കാൻ. 3-ാമത്തത് ശാരീരിക അനുഗ്രഹം. 4-5 മെറ്റീരിയൽസ് അനുഗ്രഹം. അതുകൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ഒരു ഒടുക്കമുണ്ട്. അത് ആത്മീയത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ശരീരത്തിന് ഒരു സൗഖ്യം തരും. ഇല്ല, ആമൻ, ജീവനും ഭക്തിക്കും ആവശ്യമായ നന്മകൾ തരാൻ ഈ ദൈവം ശക്തൻ.
ഒരു പ്രാവശ്യം കൂടി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസന്മാരോട് നന്ദി പറയുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ശ്രദ്ധയോടെ കേട്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കാരണം വരുമ്പോൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് എന്താണ്? മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ് വേറെ ഒന്ന്. കാരണം എന്താ, ഇത് അവൻ്റെ ഗുണമില്ലായ്മ കൊണ്ട് ഉപദേശിക്കുവാൻ വന്ന, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വന്നവർ പറഞ്ഞതെന്തോ. എന്നാൽ നമുക്കുള്ള പേഴ്സ്പെക്റ്റീവ് എന്താണ്? കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഭാര്യ പോലും പറഞ്ഞു പോയി പോയി കെട്ടിത്തൂങ്ങി ചാകാൻ പറഞ്ഞപ്പോൾ യോബ് പറഞ്ഞതിന്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ ദൈവം യോബിനെ കുറിച്ച് സാക്ഷി പറയത്തക്ക വിധത്തിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് പറയത്തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റിൽ വന്നത് നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ ചുഴൽക്കാറ്റിൽ പ്രത്യക്ഷനാകുന്ന ഒരു ദൈവം നമ്മളുടെ ദൈവമാണ്. ദൈവം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം നമ്മൾ നമ്മളുടെ അറിവില്ലായ്മയിൽ പലതും പറഞ്ഞു കൂട്ടും. അത് നമ്മളെ പഠിപ്പിക്കാനായി ഞാൻ വളരെ ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഇയ്യോബിൻ്റെ ആത്മീയതയെയും ഇയ്യോബിൻ്റെ ദൈവ മുൻപിലുള്ള നടപ്പിനെയും ചോദ്യം ചെയ്തവർക്ക് വേണ്ടിയാണ് ഇയ്യോബ് പ്രാർത്ഥിച്ചത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ആത്മീക അരക്ഷിതാവസ്ഥ കണ്ടാണ് ഇയ്യോബ് പ്രാർത്ഥിക്കുന്നത്, അതിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന്. നമ്മളുടെ താഴ്ചകളിൽ, നമ്മളുടെ വീഴ്ചകളിൽ നമ്മളെ കുറ്റം പറയുന്നവര് നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരെങ്കിൽ ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾക്ക് വന്ന കഷ്ടത അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി 10,000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇയ്യോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്കും അതുപോലെ ഒരു വിശ്വാസം ഉണ്ടാകാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് നമ്മളുടെ തലകളെ വണക്കാൻ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്തൃദാസനെ ദൈവം അനുഗ്രഹിക്കാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളൊക്കെ ഓർത്ത് ബേച്ചായം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ബേച്ചായം മ്യൂട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നെല്ലാ സമയത്തിനായിട്ട് അടിയങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം കർത്താവെ, യോബിൻ്റെ ചരിത്രത്തിൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള നല്ല ദൂതനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യോബ് നീതിമാനായിരുന്നുവെന്നും യോബിനെ കുറിച്ച് ദൈവം നല്ല അഭിപ്രായം പറഞ്ഞു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എങ്കിലും യോബിനെ പരീക്ഷണത്തിനായിട്ട് വിട്ടുകൊടുത്തല്ല. കർത്താവെ, ആ പരീക്ഷണത്തിൽ നിന്നെല്ലാം യോബ് എങ്ങനെയാണ് പ്രതികരിച്ചത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ ഞങ്ങൾക്ക് ഇന്ന് ശരിയായി മനസ്സിലാക്കി തന്ന ബിജു പാസ്റ്ററിനെ ഞങ്ങളിത് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും, ഏതെല്ലാം പ്രോബ്ലംസ് ഞങ്ങളെ നേരിട്ടാലും കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട്
ഒരു പ്രതികൂലവും കർത്താവിൽ നിന്നല്ല, സാത്താൻ്റെ ഓരോ പ്രതികരണമാണ് എന്ന് മനസ്സിലാക്കി അതിനെ തരണം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കലും ദൈവത്തെ ത്യജിച്ച് പറയുന്നവരായി തീരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബിജു പാസ്റ്ററുടെ തുടർന്നുള്ള മിനിസ്ട്രിയിലും അവിടുത്തെ കൃപയും കരുതലും കാവലും ഒക്കെയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞങ്ങളിത് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതികൂല സാഹചര്യങ്ങളിലും ഏതെല്ലാം രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടതെന്നും ഞങ്ങളെ മനസ്സിലാക്കി തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം ഞങ്ങളെ ദോഷങ്ങൾ കൂടി പരീക്ഷിക്കുന്നവനല്ല എന്ന് ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചല്ലോ. കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കണമേ. ഇന്ന് ദിവസം അനുഗ്രഹത്തിന് ദിവസമാക്കി തീർത്തതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കൂടുതൽ കൃപകളെ കൊണ്ട് നിറയ്ക്കണമേ. നിന്നിൽ ആശ്രയിച്ച് എന്നെ മാറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനിടയാക്കണമേ. ഞങ്ങളുടെ രോഗികളെല്ലാം ഞങ്ങളിത് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്കൊക്കെയും ആശ്വാസത്തെ കൊടുക്കണമേ. ഇത് കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളിത് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവിധമായ കൃപകളെ കൊണ്ട് നിറയ്ക്കണമേ. എഡിസൺ ഫെലോഷിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് തെച്ചുക്കാൻ പിടിക്കുന്ന സമാജിനെയും ലിൻ്റെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കൂടി ഞങ്ങൾക്കൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയും കരുതലും കാവലും ഒക്കെ ഞങ്ങൾ ഓരോരുത്തരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. നല്ല ഉറക്കത്തെയൊക്കെയും തരണമേ. എല്ലാവിധമായ കൃപകളെ കൊണ്ട് നിറച്ചാട്ടെ. എല്ലാ ഇഷ്ടപുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 ആശീർവാദം പറ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവേശ്മിഷയുടെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളേവരോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ കേട്ട വചനത്തോടും പാസ്റ്ററോടും എല്ലാവരോടും നന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും മീറ്റിംഗ് ഉണ്ട്. കടന്നു വന്ന് സംബന്ധിക്കുക, മറ്റുള്ളവരെ അറിയിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബിജു പാസ്റ്റർക്ക് താങ്ക്സ്. എല്ലാവരും കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പൂജമോളെ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട് അങ്കിൾ.